ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. മാതാജി 9 മണിക്കുള്ളത് ഫസ്റ്റ് ലെവലിന്റെ അല്ലേ? അതെ അതെ, അതിലിരിക്കാലോ അല്ലേ? ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഹരേ കൃഷ്ണ. വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ ഓം കൃഷ്ണ നമോ മാതാജി. ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ ബാംഗ്ലൂരിന്റെ 18 ദിവസത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഇന്ന് അധ്യായം 3 കർമ്മയോഗം, മൂന്നാമത്തെ അധ്യായത്തിലേക്ക് കടക്കാണ്. നമ്മള് 2 ദിവസത്തെ ക്ലാസ് നമ്മുടെ കഴിഞ്ഞു. ഒന്നാമത്തെ അധ്യായം അർജുന വിഷാദ യോഗം, രണ്ടാമത്തെ അധ്യായം ഗീതാ വിഷയ സംഗ്രഹം. 2 അധ്യായം നമ്മൾ കഴിഞ്ഞു. ഇന്ന് അധ്യായം 3 കർമ്മയോഗം. നമ്മള് ഭഗവത്ഗീതയിൽ ചർച്ച ചെയ്യപ്പെടുന്ന 5 വിഷയങ്ങൾ പറഞ്ഞപ്പോ അതില് ഒരെണ്ണം ഏതാണ്? കർമ്മം അല്ലെ നമ്മൾ പറഞ്ഞത്? കാലം, കർമ്മം, പ്രകൃതി അല്ലെ? കർമ്മമാണ് പറഞ്ഞത്, കർമ്മം. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് മൂന്നാമത്തെ അധ്യായം കർമ്മയോഗത്തില് പഠിക്കാൻ പോകുന്നത്. അതിനു മുന്നേ ഇന്നലത്തെ അധ്യായത്തിൽ നമ്മൾ എന്തൊക്കെയാ കണ്ടത്? ഒന്ന് ഓടിച്ചു പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. തുടങ്ങിക്കോളൂ. ഹരേ കൃഷ്ണ. ഇന്നലെ എന്തൊക്കെ പഠിച്ചു? എനിക്ക് കേൾക്കുന്നില്ല, നിങ്ങൾ മ്യൂട്ടിലിരുന്ന് പറഞ്ഞ. 3 യോഗങ്ങളെ കുറിച്ച് പറഞ്ഞു. ബ്രഹ്മൻ, ബ്രഹ്മസാക്ഷാത്കാരം, പരമാത്മ സാക്ഷാത്കാരം, 3 തരത്തിലുള്ള പരമസത്യത്തിന്റെ 3 ഭാവങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ബ്രഹ്മസാക്ഷാത്കാരം, പരമാത്മാ സാക്ഷാത്കാരം, ഭഗവത് സാക്ഷാത്കാരം. ബ്രഹ്മസാക്ഷാത്കാരം എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ബ്രഹ്മസാക്ഷാത്കാരം ആഗ്രഹിക്കുന്നത് ഒരു രൂപമില്ലെന്നാണ് അവരെ വിചാരം. ബ്രഹ്മത്തിൽ ലയിക്കാന്ന് വെച്ചാല് അവരുടെ ധാരണ എന്താണ്? ഭഗവാൻ ഒരു രൂപമില്ല, അപ്പൊ അവര് ഭഗവാന്റെ പ്രകാശത്തിലാണ് ലയിക്കുന്നത്. പരമാത്മാ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഉള്ളിലേക്ക് അല്ലെ? ശംഖചക്രഗദാപത്മത്തോട് കൂടിയ നമുക്ക് കൂടുതൽ പരിചയം വിഷ്ണുവിനാണ് അല്ലെ? നമ്മളെ കൂടുതൽ വിഷ്ണു ക്ഷേത്രങ്ങളായിരിക്കും. അപ്പൊ വിഷ്ണുവിനാണ് കൂടുതൽ പരിചയം. ആ വിഷ്ണുവിന്റെ ത്യാഗത്തിലൂടെ വിഷ്ണുവിനെ സാക്ഷാത്കരിക്കുന്നതാണ് എന്ത്? രണ്ടാമത്തെ സാക്ഷാത്കാരം, പരമാത്മാ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് എന്ത്? ഭഗവത് സാക്ഷാത്കാരം. ഭഗവാൻ ശ്രീകൃഷ്ണനെ സാക്ഷാത്കരിക്കുന്നത്. അപ്പൊ ഇതിൽ ആരാണ് ഏറ്റവും വലുത്? വിഷ്ണു ആണോ കൃഷ്ണനാണോ? ഭഗവാൻ സാക്ഷാത്കാരം അല്ലെ? ഭഗവത് സാക്ഷാത്കാരമാണ് ഏറ്റവും ഭഗവാന്റെ തന്നെ ഒരു ഭാവമാണെന്ന് കൂടി നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിച്ചു ഇല്ലേ? ഭഗവാന്റെ ഒരു വിസ്തീർണമാണ് എന്ത്? വിഷ്ണു എന്ന് പറയുന്നത്. നമ്മൾ ഭഗവാന് പരാശര മഹർഷി ഒരു നിർവചനം കൊടുത്തു. 6 ഭാഗങ്ങൾ, 6 ഐശ്വര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ് ആര്? ഭഗവാൻ എന്ന് കൂടി പറയുന്നത്. അതിനുശേഷം ഭഗവാൻ പറഞ്ഞു അർജുനന് ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം. നമ്മൾ ആരാണെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞു നീ ആരാണ്? ശരീരമല്ല, ആത്മാവാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആത്മാവിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ആത്മാവിന്റെ സവിശേഷതകൾ പറഞ്ഞു. ആത്മാവിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അർജുനനോട് പറയാണ്, നീ അതുകൊണ്ട് ചിന്തിക്കേണ്ട, നിനക്ക് ആയുധം കൊണ്ട് അവരെ മുറിക്കാനും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആത്മാവ് എന്ന് പറഞ്ഞാല് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ വിചാരിച്ചാൽ പോലും നിനക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഭഗവാൻ പറഞ്ഞു കൊടുത്തു അല്ലെ? അതിനുശേഷം പിന്നെ എന്ത് കൊടുത്തു? പിന്നെ കർമ്മം ചെയ്യണം എന്നുള്ളത് ഭഗവാൻ അർജുനനോട്. എങ്ങനെ ചെയ്യണം പറഞ്ഞു? കർമ്മം ചെയ്യണം, ആഗ്രഹിക്കുന്ന കർമ്മം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്തുണ്ടാവില്ല? പാപം ഏൽക്കേണ്ടതായിട്ട് വരില്ല അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞു? ഉണ്ടോ? അതിനുശേഷം പിന്നെ എന്ത് പറഞ്ഞു? കൃഷ്ണാവബോധത്തോടെ കർമ്മം ചെയ്യാൻ പറഞ്ഞു.
എങ്ങനെയൊക്കെയാ? അപ്പോ ചെറിയൊരു പ്രവൃത്തി ചെയ്താൽ പോലും നമുക്ക് എന്താണ് മഹാഭയങ്ങളിൽ നിന്ന് പോലും നമ്മളെ രക്ഷിക്കുമെന്ന് പറഞ്ഞു അല്ലെ. നേഹാഭിക്രമിനാശോസ്തി പ്രത്യവായോന വിദ്യത്തെ സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ എന്ന് പറഞ്ഞ ചെറിയതായിട്ട് ചെയ്താൽ പോലും നമുക്ക് എന്ത് കിട്ടും? നമുക്ക് മഹാഭയങ്ങളിൽ നിന്ന് പോലും ഭഗവാൻ നമ്മളെ രക്ഷിക്കും എന്ന്. അതായത് നമ്മൾ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ചാൽ മതി, ബാക്കി 5 സ്റ്റെപ്പ് ഭഗവാൻ ഇവിടേക്ക് വെക്കും. അത്രയും സിമ്പിൾ ആണ് എന്ത് കൃഷ്ണാവബോധത്തിൽ കർമ്മം ചെയ്യാന്ന് പറയുന്നത്. അങ്ങനെ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഭഗവാനോട് അർജുനൻ ചോദിച്ചു എന്ത്, നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും നമ്മൾ ചിലപ്പോ പ്രവർത്തികൾ ചെയ്യേണ്ടി വരും അല്ലെ. പാപം ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു. പറഞ്ഞെന്താണ്? കർമ്മം കൊണ്ടാണ് അത് ചെയ്യേണ്ടി വരുന്നതെന്ന് പറഞ്ഞോട് അല്ലെ. അങ്ങനെയല്ലേ പറഞ്ഞത്? പറഞ്ഞോളൂ. അപ്പൊ അതിന്റെ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞു. അത് ഇന്നത്തേലാണ് അത് പറഞ്ഞു. അങ്ങനെ ഇല്ല. മൂന്നാമത്തെ അധ്യായത്തിലെ അതിന്റെ ഒരു കൊണ്ട് കഴിഞ്ഞതാണ് മൂന്നാമത്തെ അധ്യായം എടുത്തത്. അതുകൊണ്ട് അത് മറന്നുപോയി വന്നതാട്ടോ. ഹരേ കൃഷ്ണ. അപ്പൊ പിന്നെ എന്താ പറഞ്ഞത് ഭഗവാൻ രണ്ടാമത്തെ അധ്യായത്തില്? ഇന്ദ്രിയ വിഷയങ്ങൾ അല്ലെ. അതല്ലേ പറഞ്ഞ നമ്മളിവിടെ ഇന്ദ്രിയ വിഷയങ്ങൾ. നമ്മുടെ ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോ നമ്മൾ എങ്ങനെയാണ് താഴ്ത്തിക്ക് പോകുന്നെന്നുള്ളത് പറഞ്ഞു. നമുക്ക് ഇന്ദ്രിയ വിഷയങ്ങള് വരുമ്പോ നമുക്ക് ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ നമുക്ക് അതിൽ ആസക്തി ഉണ്ടാകും. നമ്മൾ പറഞ്ഞല്ലോ ഒരു കാർ വിചാരിച്ചു കഴിഞ്ഞാല് കാറിനെ കുറിച്ച് നോക്കിയിട്ടേയിരിക്കും. അപ്പൊ നമുക്ക് അതിനോട് ഭയങ്കര ആഗ്രഹം വരും, ആസക്തി ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ആഗ്രഹം വരും. ആഗ്രഹം വന്നിട്ട്, അതായത് ആഗ്രഹം എന്ന് വെച്ചാൽ നടക്കാതെ വരും വരും ബുദ്ധിനാശം, സമൂഹം, സർവനാശം. ഇത് നമുക്ക് അനുഭവമുള്ളതാണ് എല്ലാവർക്കും. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വിചാരിച്ചിട്ട് നടക്കാതെ വരുമ്പോ നമുക്ക് എന്ത് വരും? സ്വാഭാവികമായിട്ടും ക്രോധം വരും. ക്രോധം വന്നു കഴിഞ്ഞാൽ നമുക്ക് സമൂഹം, അതായത് തെറ്റും ശരിയും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തും. പിന്നെ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. നമുക്ക് ബുദ്ധിനാശം വരും, സർവനാശം വരും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ എന്തുകൊണ്ട് സാധിക്കും? നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മള് എന്ത് ചെയ്യണം? പിടിച്ചു നിർത്താനായിട്ട് സാധിക്കണം. പിടിക്കണം നമ്മൾ അല്ലെ. ശരിക്കും നമ്മൾ നിയന്ത്രിക്കണം. അതെങ്ങനെയാ സാധിക്കുക? കൃഷ്ണാവബോധത്തിൽ വ്യാപരിപ്പിക്കണം. നമ്മള് ഇന്ദ്രിയങ്ങൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ സേവനത്തിൽ. ഇപ്പൊ നമ്മള് ഈ ഒരു സമയം നമ്മള് എന്താ പറയുക, വേറെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടം എന്തെങ്കിലും കാണുന്നതിന് പകരം നമ്മൾ ഭഗവാനെ കുറിച്ച് അറിയാനായിട്ട് അല്ലെങ്കിൽ ക്ലാസ് കാണാൻ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു? നമ്മൾ ആ ഇന്ദ്രിയങ്ങൾ ഇതിലേക്ക് വന്നു. നമ്മൾ പോലും അറിയാതെ നമുക്ക് അതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക? ഓരോന്നോരോന്ന് നിയന്ത്രിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുക. അല്ലാതെ നമുക്ക് പറ്റില്ല. നമുക്ക് താല്പര്യമുള്ള രീതിയിൽ നമ്മൾ അത് ആക്കിയെടുക്കണം. അങ്ങനെയാണ് നമുക്ക്. അപ്പൊ സ്ഥിതപ്രജ്ഞനാകാനാണ് ഭഗവാൻ രണ്ടാമത്തെ അധ്യായത്തിന്റെ കൺക്ലൂഷൻ നമുക്ക് പറഞ്ഞു തന്നത് അല്ലെ. നമ്മൾ സ്ഥിതപ്രജ്ഞനാകണം. ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തിക്ക് ഒരു പേര് പഠിച്ചതാണ് എന്ത്? സ്ഥിതപ്രജ്ഞൻ അല്ലെ. അപ്പൊ നമ്മൾ ആരാകണം? സ്ഥിതപ്രജ്ഞനാകണം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അങ്ങനെയാണ് രണ്ടാമത്തെ അധ്യായം നമ്മുടെ കഴിഞ്ഞത്. അപ്പൊ ഇവിടെ അർജുനൻ മുഴുവനും കേട്ടു. അപ്പൊ മൂന്നാമത്തെ അധ്യായം അർജുനന്റെ സംശയത്തോടു കൂടിയാണ് മൂന്നാമത്തെ അധ്യായം തുടങ്ങുന്നത്. കർമ്മയോഗം. ഒരു മിനിറ്റ്. കർമ്മയോഗം. കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തിയാണ് എന്ത്? കർമ്മം. നമ്മൾ പറഞ്ഞ എന്ത് പറയാം? പ്രവൃത്തി എന്ന് പറയാം. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് എന്തുണ്ട്? പ്രതിപ്രവർത്തനങ്ങളുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക്. ഇപ്പൊ ഒരു മൃഗങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്തില്ല? അവർക്കില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും എന്തുണ്ട്? എന്തുകൊണ്ടാണത്? നമുക്ക് എന്തിനുള്ള കഴിവുണ്ട്? വിവേചിച്ചറിയാനുള്ള കഴിവുണ്ട്, ബുദ്ധിശക്തി ഉണ്ട്. നമുക്ക് ഭഗവാൻ ബുദ്ധി തന്നിട്ടുണ്ട്. നമുക്ക് ഓരോ കാര്യം നമുക്ക് ഓരോന്ന് വിവേചിച്ചറിയാനുള്ള ഒരു ബുദ്ധിശക്തി നമുക്ക് ഭഗവാൻ തന്നിട്ടുണ്ട്. അപ്പോ നമ്മൾ എന്ത് ചെയ്താലും, എന്ത് കർമ്മം ചെയ്താലും അതിന് എന്തുണ്ടാവും? ഒരു ഫലം ഉണ്ടാവും. ഒന്നുകിൽ നല്ല ഫലം, അതല്ലെങ്കിൽ നെഗറ്റീവ്. പോസിറ്റീവോ നെഗറ്റീവോ നമുക്ക് എന്തായാലും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്കും എന്തുണ്ടാവും? തിരിച്ചൊരു ഫലം നമുക്ക് ഉണ്ടാകാം. അതാണ് നമ്മൾ എന്ത് പറഞ്ഞ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത. മറ്റുള്ള ജീവജാലങ്ങൾക്കൊന്നും അത് ഉണ്ടാവില്ല, മനുഷ്യർക്ക് മാത്രമാണ് ഇതുള്ളത്. അപ്പൊ നമ്മളിപ്പോ പറയുന്നത് കർമ്മയോഗം, കർമ്മത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ കർമ്മം എന്ന് പറഞ്ഞാല് നമുക്ക് പറയാം, കർമ്മം ഒന്ന് സകാമ കർമ്മം പറയാം. നമുക്ക് സകാമ കർമ്മം എന്ന് വെച്ചാല് ഫലം ആഗ്രഹിച്ചുകൊണ്ട്. സകാമകർമ്മം, നമ്മൾ ഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മമാണ് എന്ത്? സകാമ കർമ്മം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ആഗ്രഹിക്കുകയാണ്? നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നമ്മൾ ആഗ്രഹിക്കുകയാണ്.
നമ്മളൊരു വീട്ടിലൊരു കല്യാണത്തിന് കൊണ്ട് പൈസ ഒക്കെ കൊടുത്തു വിചാരിക്കും, നമ്മൾ അവിടെ ആഗ്രഹിക്കും നമ്മളെ വീട്ടിൽ കല്യാണം ആകുമ്പോ തിരിച്ച് അതോ അതിന്റെ കൂടലോ തിരിച്ച് കിട്ടും, നമ്മൾ ആഗ്രഹിച്ചിട്ട് നമ്മൾ അവിടെ ഫലം ആഗ്രഹിച്ചുകൊണ്ടാ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടെ അതാണ് എന്ത് സകാമ കർമ്മം. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നമ്മൾ തിരിച്ചാഗ്രഹിക്കുകയാണ്. നമ്മൾ ഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാം. ഒരു നമ്മൾ ആരെങ്കിലും ഒന്ന് സഹായിക്കുമ്പോൾ നമ്മളും വിചാരിക്കും നാളെ എന്നെയും അവര് സഹായിക്കും എന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ അതെന്താണ് സകാമ കർമ്മമാണ്. സകാമ കർമ്മം. ഇനി നിഷ്കാമ കർമ്മം. നിഷ്കാമ കർമ്മം എന്ന് വെച്ചാല് കർമ്മം ചെയ്യുന്നു, ഫലം ആഗ്രഹിക്കുന്നില്ല. നമ്മള് ഫലം ഇച്ഛിക്കാതെ നമ്മൾ ചെയ്യുന്ന കർമ്മമാണ് എന്ത് നിഷ്കാമ കർമ്മം. അപ്പൊ അവിടെ നമ്മൾ എന്തേ ചെയ്യുന്നുള്ളൂ, നമ്മൾ നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ കടമയാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുന്നു. നമ്മൾ ഒരിക്കലും തിരിച്ച് ഫലം ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അമ്മമാര് മക്കളെ നോക്കുന്നത് തിരിച്ച് നമ്മളൊരു ഫലം പ്രതീക്ഷിച്ചിട്ടല്ല ആരും അത് ചെയ്യുന്നത്. അതെന്താണ് നിഷ്കാമ കർമ്മമാണ്. നമ്മൾ ഒരിക്കലും ഫലം പ്രതീക്ഷിക്കുന്നില്ല. അതെന്താണ് നിഷ്കാമ കർമ്മം. ഇനി നമുക്ക് എന്ത് പറയാം, കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന കർമ്മം, അതായത് ഭക്തിയുത സേവനം ചെയ്യാം. ഭഗവാന് വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മവും ഭഗവാന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അതെന്താണ് നമ്മൾ പറയും ഭഗവത് സേവനമായിട്ട് ചെയ്യുക, ഭക്തിയുത സേവനം ചെയ്യുക, ഭക്തി യോഗം എന്ന് പറയുക. അതായത് ഭഗവാന് വേണ്ടി ചെയ്യുന്ന എല്ലാ കർമ്മവും നമ്മള് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഭഗവാന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അതെന്താണ് നിഷ്കാമ കർമ്മല്ല, ഭക്തിയുത സേവനം. ഭഗവാന് വേണ്ടി ചെയ്യുന്നു എല്ലാതും ഭഗവാൻ. നമ്മളെ കൈകള് നമ്മൾ എന്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു, ഭഗവാന്റെ സേവനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. ഭഗവാന് മാല ചാർത്താൻ, ഭഗവാന്റെ വിഗ്രഹങ്ങൾ കഴുകാൻ, അമ്പലം വൃത്തിയാക്കാൻ ഒക്കെ അങ്ങനെ നമ്മൾ ഓരോന്നും നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതെന്തായി മാറി, ഭക്തിയുത സേവനായിട്ട് മാറി. ഭഗവാന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ കർമ്മം ചെയ്യുന്നു. കർമ്മയോഗം, കർമ്മം ഭഗവാന് വേണ്ടിയിട്ട് മാത്രം ചെയ്യാം. അപ്പൊ 3 തരത്തിലൊന്ന് സകാമ കർമ്മം, ഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നു. നിഷ്കാമ കർമ്മം, ഫലം ആഗ്രഹിക്കുന്നേ ഇല്ല. രണ്ടാമത്തത് കർമ്മം ചെയ്യുന്നത് ഭഗവാന് വേണ്ടി ചെയ്യാം. മനസ്സിലായോ? ഇപ്പൊ 3 തരത്തില് നമ്മൾ പറഞ്ഞു, സകാമ കർമ്മം, നിഷ്കാമ കർമ്മം, പിന്നെ ഭക്തിയോഗം അല്ലെങ്കിൽ ഭക്തിയുത സേവനമായിട്ട് ചെയ്യുക, ഭഗവാന്റെ സേവനമായിട്ട് നമ്മൾ കർമ്മം ചെയ്യുക. അപ്പൊ അവിടെ നമുക്ക് എന്തില്ല, ഒരിക്കലും ഫലമേ ഇല്ല അവിടെ. കാരണം എല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. ഇവിടെ ഫലമില്ല. ഒന്നാമത്തെ പറഞ്ഞ സകാമ കർമ്മത്തിൽ നമുക്ക് എപ്പോഴും എന്തുണ്ടാവും, ഫലം ഉണ്ടാവും. അതിന്റെ ഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിഷ്കാമ കർമ്മത്തിൽ ഒരിക്കലും ഫലം ആഗ്രഹിക്കുന്നേ ഇല്ല. അങ്ങനെയാണ് 3 കർമ്മങ്ങൾ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് അധ്യായം 3 പോകാം. അധ്യായം 3 കർമ്മയോഗം. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച ജായസി ചേത് കർമ്മണസ്തേ മദാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. അർജുനൻ പറഞ്ഞു, ഹേ ജനാർദ്ദന, അല്ലയോ കേശവ, ഫലകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി എന്ന് കരുതുന്നുവെങ്കിൽ അങ്ങ് എന്തിനാണ് എന്നെ ക്രൂരമായ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത്? അപ്പൊ അർജുനൻ കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് അർജുനൻ ചോദിക്കുകയാണ്, അല്ലയോ ജനാർദ്ദന. ജനാർദ്ദനൻ എന്ന് പറഞ്ഞാല് ഭഗവാന്റെ വേറൊരു നാമമാണ് ജനാർദ്ദനൻ, പരിപാലിക്കുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് ജനാർദ്ദനൻ എന്ന് ഭഗവാനെ പറയുന്നു. കേശവ, നമുക്കറിയാം കേശി എന്ന അസുരനെ വധിച്ചത് കൊണ്ടാണ് ഭഗവാനെ കേശവ എന്ന് വിളിക്കുന്നത്. ഫലം കാംക്ഷയോടെ ചെയ്യുന്ന കർമ്മത്തെക്കാൾ, ഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി എന്ന് കരുതുന്നുവെങ്കിൽ. ബുദ്ധി എന്ന് പറയുന്നത് ബുദ്ധിയോഗത്തെയാണ്, അതായത് കൃഷ്ണാവബോധത്തെയാണ് എന്ത് പറയുന്നത്, ബുദ്ധി എന്ന് പറയുന്നത് കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന കർമ്മം. അതായത് നമ്മളിപ്പോ ഈ പറഞ്ഞ ഭക്തിയുത സേവനം, അതാണ് നല്ലത് എനിക്ക് കരുതുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ അങ്ങ് ക്രൂരമായ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത് എന്നാണ് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത്. പ്രേരിപ്പിക്കുന്നത് എന്തിനാണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. വ്യാമി ശ്രേണേവ വാക്യേന ബുദ്ധി മോഹായ സീവമേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. ദ്വയാർത്ഥങ്ങളുള്ള ഉപദേശങ്ങളാൽ അങ്ങ് എന്റെ ബുദ്ധിയെ അമ്പരപ്പിക്കുന്നു. എനിക്ക് ഏറ്റവും ശ്രേയസ്കരമായത് എന്തെന്ന് തീർത്തു പറഞ്ഞു തരൂ. അപ്പൊ ഇവിടെ ദ്വയാർത്ഥങ്ങളുള്ള ഉപദേശങ്ങൾ കൊണ്ട് അങ്ങ് എന്ത് ചെയ്യാണ്, എന്റെ ബുദ്ധിയെ അമ്പരപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഏറ്റവും ശ്രേയസ്കരമായത് തദ് ഏകം വദ എന്നാ പറയുന്നത്. തദ് ഏകം വദ, ആ ഒന്നിനെ കുറിച്ച്, ഏറ്റവും ശ്രേയസ്കരമായ ആ ഒന്നിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ബുദ്ധിയോഗം, അതാണ് നമ്മളുടെ കൃഷ്ണാവബോധത്തോട് ചെയ്യുന്ന പ്രവർത്തനം, കൃഷ്ണാവബോധത്തിൽ ചെയ്യുന്ന കാര്യം, അതായത് ഭക്തിയുത സേവനം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് ശ്രേയസ്കരമായതെന്ന് എനിക്ക് തീർത്ത് പറഞ്ഞു തരാനാണ് ഇവിടെ അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെടുന്നത്.
അപ്പൊ ഭഗവാൻ എന്താ പറയുന്നത് ഇവിടെ? ന കർമ്മണാമനാരംഭം നൈഷ്കർമ്മ്യം പുരുഷോശ്നുതേ നച സന്യാസനാദേവ സിദ്ധിം സമധിഗച്ഛതി. ഭഗവാൻ പറയാണ്, കർമ്മം ചെയ്യാതിരിക്കുന്നത് കൊണ്ട് മാത്രം ആരും കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാകുന്നില്ല. സന്യാസം കൊണ്ട് മാത്രം ഒരാൾക്ക് പൂർണ്ണത നേടാനും സാധിക്കില്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ്, കർമ്മം ചെയ്യാതിരുന്നാല് ഒരാൾക്ക് എന്തുണ്ടാവില്ല? കർമ്മത്തിന്റെ ഫലങ്ങളിൽ നിന്ന് മുക്തരാകാനായിട്ട് സാധിക്കില്ല. സന്യാസം കൊണ്ട് ഒരാൾക്ക് പൂർണ്ണത നേടാനും സാധിക്കില്ല എന്ന് പറയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും, നമ്മൾ ചെയ്യുന്ന കർമ്മം, എന്ത് കർമ്മം ചെയ്താലും നമുക്ക് അതിന്റെ ഫലം ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലെ? പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, പക്ഷെ ഫലം നമ്മൾ അനുഭവിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കർമ്മം അപ്പൊ നമ്മൾ വിചാരിക്കുന്ന കർമ്മം ചെയ്യാതിരുന്നാ പോരെയെന്ന്. അപ്പോൾ ഭഗവാൻ എന്താ പറയുന്നത്? കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രം ആരും എന്തുണ്ടാവില്ല? കർമ്മത്തിന്റെ ഫലങ്ങളിൽ നിന്ന് മുക്തരാകാൻ പോകുന്നില്ല. മാത്രമല്ല, ഇപ്പൊ നമ്മൾ വിചാരിക്കാണ് സന്യാസം ചെയ്യാന്നാണ്, ഒന്നും ചെയ്യേണ്ട സന്യാസത്തിലേക്ക് കടക്കാം. അപ്പൊ സന്യാസം കൊണ്ട് ഒരാൾക്ക് എന്തും സാധിക്കില്ല, പൂർണ്ണത നേടാനും സാധിക്കില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും, ഭഗവാൻ പറയുന്നതാണ്, തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിറവേറ്റിയിട്ട് വേണം നമ്മൾ എവിടേക്ക് കടക്കാൻ? സന്യാസത്തിലേക്ക് കടക്കാൻ. അപ്പൊ ഒരാള് തനിക്ക് ഓരോരുത്തർക്കും, നമ്മൾ ഓരോ മനുഷ്യര് ഓരോ ജന്മം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങള്, നമുക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങള് നിറവേറ്റിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മള് അടുത്തതിലേക്ക് കടക്കാം. അല്ലാതെ നമുക്ക് ഒരിക്കലും എന്ത് സാധിക്കില്ല? മുക്തരാകാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ സന്യാസം കൊണ്ട് ഒരാൾക്ക് പൂർണ്ണത നേടാനും സാധിക്കില്ല. ഇപ്പൊ സന്യാസം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഓരോരുത്തർക്കും വിധിക്കപ്പെട്ട കർമ്മങ്ങള് അത് നിർവഹിച്ചിട്ട് വേണം നമ്മള് ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മള് സന്യാസം എന്ന് പറഞ്ഞാല് വർണ്ണാശ്രമ വ്യവസ്ഥയിൽ പറയുന്ന 4ാമത്തെ ഘട്ടമാണ് സന്യാസം. അതായത് ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം. അതാണ് 4 ഘട്ടങ്ങൾ പറയുന്നത്. ഒന്ന് ബ്രഹ്മചര്യം, 2ാമത്തത് ഗൃഹസ്ഥം, 3ാമത്തത് വാനപ്രസ്ഥം, 4ാമത്തത് സന്യാസം. ഇപ്പൊ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡ്, ഒരു 25 വയസ്സ് വരെ പ്രായം നമുക്ക് എന്ത് പറയാം? നമ്മൾ ബ്രഹ്മചര്യത്തിലാണെന്ന് പറയാം. അത് കഴിഞ്ഞ് 25 വയസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ വിവാഹമൊക്കെ കഴിച്ചു, ഗൃഹസ്ഥത്തിലേക്ക് കടന്നു. 2ാമത്തെ സ്റ്റേജ് ബ്രഹ്മചര്യം കഴിഞ്ഞ ഗൃഹസ്ഥം. ഒരു 50 വയസ്സ് വരെ നമ്മൾ എവിടെയാണ്? ഗൃഹസ്ഥാശ്രമികളാണ്. നമ്മൾ വിവാഹം കഴിഞ്ഞു, ജോലി കിട്ടി, വിവാഹം കഴിഞ്ഞു, കുടുംബമായി, ഭാര്യയായി, മക്കളായി, അവരെ നോക്കണം, നമുക്ക് കുറെ ഉത്തരവാദിത്തങ്ങൾ വന്നു. ഇതൊക്കെ നമ്മൾ എവിടെ കഴിയുന്നു? ഗൃഹസ്ഥത്തിൽ വന്നു. അത് കഴിഞ്ഞു അടുത്ത ആശ്രമം, ഗൃഹസ്ഥം കഴിഞ്ഞാല് വാനപ്രസ്ഥം. നമ്മുടെ മക്കളൊക്കെ വലുതായി, നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെല്ലാ ഉത്തരവാദിത്തങ്ങളും എല്ലാതും താക്കോൽക്കൂട്ടൊക്കെ ആരെ ഏൽപ്പിക്കണം? മക്കളെ ഏൽപ്പിക്കണം. അപ്പൊ നമ്മൾ ഏത് സ്റ്റേജിലേക്ക് കടന്നു? വാനപ്രസ്ഥത്തിലേക്ക് കടന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ എന്തായി? വാനപ്രസ്ഥവും കഴിഞ്ഞ ഒരു 75 വയസ്സില്, നമുക്ക് 100 വർഷമാണ് ആയുസെങ്കിൽ വാനപ്രസ്ഥം കഴിഞ്ഞ് അടുത്ത് എവിടേക്ക് കടക്കണം? നമ്മൾ സന്യാസത്തിലേക്ക് കടക്കണം. മക്കള് വേണ്ട എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്തിലേക്ക് മാത്രം കടക്കുക? ഫുള്ള് പരിത്യാഗം. സന്യാസം എന്ന് വെച്ചാൽ എന്താണ്? ഫുള്ള് പരിത്യജിക്കുക. അതാണ് സന്യാസം. അതാണ് അപ്പൊ 4 സ്റ്റേജ്. അപ്പൊ ഇതൊന്നും ചെയ്യാതെ നമ്മൾ നേരെ സന്യാസത്തിലേക്ക് കടന്നാൽ എന്താ സംഭവിക്കുക? നമ്മൾ ഈ സന്യാസത്തിൽ എത്തിയാലും നമ്മൾ പരിത്യാഗിയാണ് സന്യാസി എന്ന് പറയുന്നത്. നമ്മൾ അവിടെ ചെന്നാൽ എന്താ ചിന്തിക്കുക? എന്റെ വീട്ടിലെ സിറ്റുവേഷൻ ഇപ്പൊ എന്തായിരിക്കുന്നത്? നമ്മളിപ്പോ നമുക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങളൊന്നും നമ്മൾ ചെയ്യാതെ നമ്മൾ സന്യാസത്തിലേക്ക് നേരെ കടന്നാല് നമ്മൾ എന്താ ചിന്തിക്കും? ഇപ്പൊ ഒരു ഗൃഹസ്ഥാശ്രമിക്ക് തോന്നാണ്, എനിക്കിതൊന്നും പറ്റില്ല, ഞാൻ നേരെ സന്യാസിക്കാൻ പോകാണ്, സന്യാസമാണ് നല്ലതെന്ന് വിചാരിച്ച് അങ്ങോട്ട് കടന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചിന്തിക്കുന്നുണ്ടാവുക? എന്റെ ഭാര്യ എന്ത് ചെയ്യായിരിക്കും, എന്റെ മക്കൾ എന്ത് ചെയ്യായിരിക്കും? അങ്ങനെ ആയിരിക്കും നമ്മുടെ ചിന്ത വരുന്നത്. കാരണം നമുക്ക് ഓരോരുത്തർക്കും വിധിക്കപ്പെട്ട കർമ്മങ്ങള് മുഴുവനാക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? പൂർണ്ണത നേടാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? നമുക്ക് പറഞ്ഞിരിക്കുന്ന വിധിക്കപ്പെട്ട കർമ്മങ്ങളെല്ലാം നിറവേറ്റി സംശുദ്ധനായിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? സന്യാസം സ്വീകരിക്കാൻ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കർമ്മം ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണെന്ന് ഭഗവാൻ ഇവിടെ തീർത്തു പറഞ്ഞു. നമ്മൾ ഓരോരുത്തരും നമുക്ക് വിധിക്കപ്പെട്ട കർമ്മം ചെയ്യേണ്ടതാണ്. ഇനി ആ കർമ്മം എങ്ങനെ ചെയ്യണമെന്ന് ഭഗവാൻ പറയാണ്. യജ്ഞാർത്ഥാത് കർമ്മണോ ന്യത്ര ലോകോയം കർമ്മ ബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്ത സംഘാ സമാചരഃ. കർമ്മം എങ്ങനെ ചെയ്യണം? വിഷ്ണുവിനായുള്ള യജ്ഞം എന്ന നിലയിലാണ് അനുഷ്ഠിക്കേണ്ടത്. അപ്പൊ കർമ്മം നമുക്ക് ചെയ്യണം. ആ കർമ്മം വിഷ്ണുവിനായിട്ടുള്ള യജ്ഞം എന്ന നിലയിലാണ് അനുഷ്ഠിക്കേണ്ടത്. അല്ലെങ്കിൽ അത് മനുഷ്യനെ ഭൗതിക ലോകത്തോട് കൂടുതൽ ബന്ധിക്കുകയുള്ളൂ. കുന്തി പുത്ര, നിന്റെ നിർദ്ദിഷ്ട കർമ്മങ്ങളെ ഭഗവാന്റെ സംതൃപ്തിക്കായി നിർവഹിക്കൂ. അങ്ങനെ ചെയ്താൽ നിനക്ക് എന്നെന്നും ബന്ധമുക്തനായിരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ കർമ്മം ചെയ്യണം. ആ കർമ്മം എങ്ങനെ ചെയ്യണം? വിഷ്ണുവിനായിട്ടുള്ള യജ്ഞം എന്ന നിലയിലായിരിക്കണം നമ്മൾ കർമ്മം അനുഷ്ഠിക്കേണ്ടത്.
അപ്പൊ ഭഗവാന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഭഗവാന് സമർപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കർമ്മം ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? മനുഷ്യന് ഈ ഭൗതിക ലോകത്തോട് കൂടുതൽ ബന്ധിക്കും. കാരണം നമ്മളിപ്പോ തന്നെ പറഞ്ഞു അല്ലെ, ആ കർമ്മം ചെയ്യുമ്പോ ഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കണം. ആ കർമ്മത്തിന്റെ ഫലം നമ്മൾ എവിടെ അനുഭവിക്കുക? ഈ ഭൗതിക ലോകത്തിലാണ്, ഭൂമിയിലാണ് നമ്മൾ കർമ്മത്തിന്റെ ഫലം. നല്ല പുണ്യഫലങ്ങളാണെങ്കിൽ പുണ്യലോകത്ത് അനുഭവിക്കും, സ്വർഗലോകത്തിൽ അനുഭവിക്കും. അല്ലാത്ത ഫലങ്ങൾ മുഴുവൻ നമ്മൾ ഭൂലോകത്തിൽ അനുഭവിക്കും. അപ്പൊ ഇവിടെ നമ്മൾ കർമ്മം ചെയ്യുമ്പോ വിഷ്ണുവിനായിട്ടുള്ള യജ്ഞം എന്ന ഭഗവാന്റെ യജ്ഞം എന്ന നിലയിൽ അനുഷ്ഠിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് വരുന്നില്ല? കർമ്മത്തിന്റെ ഫലങ്ങൾ വരുന്നില്ല. അപ്പൊ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ അത് എന്ത് സംഭവിക്കും? മനുഷ്യനെ ഭൗതിക ലോകത്തോട് കൂടുതൽ ബന്ധിക്കും. അതുകൊണ്ട് അർജുനനോട് പറയാണ്, കുന്തിപുത്ര, നീ നിന്റെ നിർദ്ദിഷ്ട കർമ്മങ്ങളെ ഭഗവാന്റെ സംതൃപ്തിക്കായിട്ട്, ഭഗവാന്റെ തൃപ്തിക്കായിട്ട് നിർവഹിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് എന്തുണ്ടാവില്ല? ബന്ധനം ഉണ്ടാകില്ല. ഈ ഭൗതിക ലോകത്ത് എന്താണ്? ബന്ധനമാണ്. അപ്പൊ അർജുനനോട് പറയാണ്, നിനക്ക് ബന്ധനം ഉണ്ടാകാതെ മുക്തനായിട്ടിരിക്കാനായിട്ട് സാധിക്കും. പിന്നെ അടുത്തതിൽ പറയുന്നു, യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവ കിൽബിഷൈഹി പൂഞ്ചതേ തേ ത്വകം പാപ യേ പചന്ത്യാത്മകാരണാത്. യജ്ഞത്തിൽ നിവേദിക്കപ്പെടുന്ന അന്നം ഭക്ഷിക്കുന്നത് കൊണ്ട് ഭഗവത് ഭക്തന്മാർ സർവ പാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു. സ്വയം ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്നവൻ പാപത്തെയാണ് ഭുജിക്കുന്നത്. ഇനി ഇവിടെ പറയുന്നത്, അപ്പൊ യജ്ഞം വിഷ്ണുവിനായിട്ടുള്ള യജ്ഞം എന്ന വിഷ്ണുവിന് കർമ്മം ചെയ്യേണ്ടത് വിഷ്ണുവിനായിട്ടുള്ള യജ്ഞം എന്ന നിലയിലായിരിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞു. ഇനി ഈ യജ്ഞത്തിൽ നിവേദിക്കപ്പെടുന്ന അന്നം, അപ്പൊ യജ്ഞത്തിൽ നമ്മൾ എന്ത് നിവേദിക്കാണ്? അന്നം നിവേദിക്കാണ്, ഭക്ഷണം. ഭക്ഷിക്കുന്നത് കൊണ്ട് ഭഗവാന്റെ ഭക്തന്മാർക്ക് എന്ത് സാധിക്കും? പാപങ്ങളിൽ നിന്നും മുക്തരാകാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മൾ എല്ലാതും നമുക്ക് ഓരോ യജ്ഞങ്ങൾ, ഓരോ യുഗത്തിലും യജ്ഞങ്ങൾ പറയുന്നുണ്ട്, ഏത് യജ്ഞമാണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ നമ്മള് അത് ചെയ്യുമ്പോ നമ്മൾ ആ നിവേദിക്കപ്പെടുന്ന അന്നം, നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും ഭഗവാന്റെ ഭക്തന്മാർക്ക് എന്തിൽ നിന്നും മുക്തി നേടും? പാപങ്ങളിൽ നിന്നും മുക്തി നേടാൻ സഹായിക്കും. സ്വയം ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്നവൻ പാപത്തെയാണ് ഭുജിക്കുന്നത്. അപ്പൊ യജ്ഞത്തിൽ നിവേദിക്കപ്പെടുന്ന അന്നം ഭക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ യജ്ഞത്തിൽ എന്ത് ചെയ്യും? ഭഗവാൻ അന്നം നിവേദിക്കും, ഭഗവാന് നിവേദ്യം കൊടുക്കും. അത് നമ്മൾ ഭക്ഷിക്കുമ്പോ നമുക്ക് സർവ്വ പാപങ്ങളിൽ നിന്ന് മുക്തി നേടാനായിട്ട് സാധിക്കും. നേരെ മറിച്ച് സ്വയം ആസ്വദിക്കാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുകയാണ്, നമ്മൾ ഭഗവാൻ ഒന്നും കൊടുക്കാതെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഭുജിക്കുന്നത്? പാപത്തെയാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. അപ്പൊ നമ്മളിത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? യജ്ഞാനുഷ്ഠാനത്തിൽ ഭക്ഷ്യവസ്തുക്കൾ ശുദ്ധീകരിക്കപ്പെടാണ് ചെയ്യുന്നത് സത്യത്തില്. അപ്പൊ ഈ ശുദ്ധീകരിച്ച ആഹാരങ്ങൾ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ എന്ത് ശുദ്ധീകരിക്കും? നമ്മുടെ ജീവിതവും ശുദ്ധീകരിക്കപ്പെടും, അതും പവിത്രീകരിക്കപ്പെടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ ഈ ജീവിത ശുദ്ധി വരുമ്പോ നമുക്ക് എന്ത് വരും? സ്മരണശുദ്ധി വരും. ആ സ്മരണശുദ്ധി വരുമ്പോ നമുക്ക് എന്തിനെ കുറിച്ചുള്ള ചിന്ത വരും? മുക്തിയെ കുറിച്ചുള്ള ചിന്ത വരും. അപ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് സാധിക്കും? കൃഷ്ണാവബോധത്തിലേക്ക് വഴിയൊരുക്കും അത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്തും അന്നം ഭക്ഷിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് വേണം? ഭഗവാന് സമർപ്പിച്ചിട്ട് വേണം നമ്മൾ ഭക്ഷിക്കാനായിട്ട്. ഇത് ഇസ്കോണില് ഭഗവാന് നമ്മൾ കഴിക്കുന്ന എല്ലാതും എന്ത് ചെയ്യുന്നു? ഭക്ഷണവും ഭഗവാന് സമർപ്പിച്ചിട്ടായിരിക്കും നമ്മൾ അത് സ്വീകരിക്കുന്നത്. ഇവിടെ ഭക്ഷണം ഭഗവാന് സമർപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ കാണുന്നത്. എല്ലാതും പഴങ്ങളും പാലുൽപ്പന്നങ്ങള് എല്ലാം, പിന്നെന്താണ് പറയുക, പച്ചക്കറി എല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഭഗവാന് സമർപ്പിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോ ഇവിടെ പറയുന്നതാണ്, അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞ കർമ്മ സമുദ്ഭവഃ. എല്ലാ ജീവജാലങ്ങളും ധാന്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നു, അതാകട്ടെ മഴ മൂലമുണ്ടാകുന്നു. മഴ യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു, യജ്ഞങ്ങൾ വിധിപ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്നും. അപ്പൊ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ എന്താവശ്യമാണ്? ധാന്യങ്ങൾ ആവശ്യമാണ്. ഈ ധാന്യം നമുക്ക് എങ്ങനെയാ കിട്ടുന്നത്? മഴ പെയ്യുമ്പോഴാണ് ധാന്യം കിട്ടുന്നത്. മഴ എങ്ങനെ ഉണ്ടാകുന്നത്? യജ്ഞങ്ങൾ ചെയ്യുമ്പോ അതാത് ദേവന്മാർക്ക് തൃപ്തിപ്പെടും, സന്തോഷം ഉണ്ടാകും. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് എന്ത്? മഴ ലഭിക്കുന്നത്. ആ മഴ കിട്ടാനായിട്ട് നമുക്ക് എന്താണ്? യജ്ഞങ്ങൾ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. ഈ യജ്ഞങ്ങൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്? വിധിപ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്നാണ് യജ്ഞങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോ വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോ, യജ്ഞങ്ങൾ ചെയ്യുമ്പോ മഴയുണ്ടാകും. മഴ ഉണ്ടാകുമ്പോഴാണ് എന്ത്? ധാന്യങ്ങള് ഉണ്ടാകുന്നത്. ധാന്യങ്ങൾ കൊണ്ടാണ് ജീവജാലങ്ങള് ജീവിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ഇവിടെ പറയുന്നുണ്ട്, നമുക്കറിയാം
ഇതെല്ലാം നമുക്ക് ഏത് യജ്ഞമാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയുന്നത് എല്ലാം വേദങ്ങളിൽ നിന്നാണ് നമുക്ക് ഇതൊക്കെ അറിയാൻ സാധിക്കുന്നത്. ഈ വേദങ്ങൾ എവിടെ നിന്നാ കിട്ടിയത്? ഭഗവാനിൽ നിന്ന്. ഭഗവാനാണ് എന്ത് നൽകുന്നത്? വേദം. വേദം ഭഗവാനിൽ നിന്നാണ് വന്നിരിക്കുന്നത്, വേദങ്ങൾ വന്നിരിക്കുന്നത്. ആ ഭഗവാൻ ആർക്കാണ് വേദം പറഞ്ഞു കൊടുത്തത്? ഭഗവാൻ ബ്രഹ്മാവിന്റെ ഹൃദയത്തിലേക്കാണ് എന്ത് കൊടുക്കുന്നത്? വേദങ്ങൾ പറഞ്ഞു കൊടുത്തത്. തേനേ ബ്രഹ്മഹൃദയ ആദികവിയെ മുഹ്യന്തിയ സൂര്യ. അപ്പൊ ആ വേദങ്ങളെ ഭഗവാൻ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു. ആ ബ്രഹ്മാവ് വേദങ്ങള് നമുക്ക് മനസ്സിലായി. ആ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുന്നു. വേദങ്ങളിൽ പറയുന്നുണ്ട് ഓരോരുത്തരും എന്ത് കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ശാസ്ത്രങ്ങളിലുണ്ട്. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ യജ്ഞങ്ങൾ ചെയ്യും, കർമ്മങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ആ യജ്ഞങ്ങൾ ചെയ്യുമ്പോ ദേവന്മാർക്ക് എന്താവും? സന്തോഷം ഉണ്ടാകും. അപ്പൊ നമുക്ക് എന്ത് ലഭിക്കും? മഴ ലഭിക്കും. അപ്പൊ ആ മഴ ലഭിക്കുമ്പോ ധാന്യങ്ങൾ ഉണ്ടാകും. ധാന്യങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് സാധിക്കും? വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോ ഈ വിഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന് സമർപ്പിക്കണം. കാരണം ഇത് മുഴുവൻ നമുക്ക് ആരിൽ നിന്നാണ് കിട്ടിയത്? ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ വന്നത്. അപ്പൊ നമുക്കതൊരു സൈക്കിള് പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഭഗവാനിൽ നിന്ന് മനസ്സിലാക്കിയ വേദങ്ങൾ പ്രകാരം നമ്മൾ യജ്ഞങ്ങൾ അനുഷ്ഠിക്കും. യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മഴയുണ്ടാകും. മഴയുണ്ടാകുമ്പോൾ ധാന്യങ്ങൾ ലഭിക്കും. ധാന്യങ്ങൾ കൊണ്ട് നമ്മൾ പല ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കും. അത് നമ്മൾ ഭഗവാന് സമർപ്പിച്ചിട്ട് ഉപയോഗിക്കും. അപ്പൊ നമ്മൾ എന്തായി? നമുക്ക് ആ ഭക്ഷ്യങ്ങൾ മുഴുവനും ഭഗവാന് സമർപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പാപങ്ങൾ ഏൽക്കുന്നില്ല. പിന്നെന്താണ്? ഭഗവാന് തന്നെ നമ്മളെ തിരിച്ച് സമർപ്പിച്ചിട്ടാണ് നമ്മൾ അതെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ എല്ലാതും ഭൗതിക ലോകത്തുള്ള എല്ലാം ആരുടെ സൃഷ്ടിയാണ്? ഭഗവാന്റെ സൃഷ്ടിയാണ്. അപ്പൊ നമ്മൾ അതെല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ അതെടുക്കുന്നു. അപ്പൊ അതാണ് ഇവിടെ ഇത് പറഞ്ഞു തരുന്നത് നമുക്ക്. ഇനി ഓരോ യുഗത്തിലും നമുക്ക് എന്തുണ്ട്? നമുക്ക് ചെയ്യേണ്ട യജ്ഞങ്ങൾ പറയുന്നുണ്ട്. ഓരോ യുഗത്തിലും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പറയുന്നതാണ്. 4 യുഗങ്ങളാണുള്ളത്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. 4 യുഗങ്ങള്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. 4 യുഗങ്ങളാണ്. ഫസ്റ്റ് സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ സത്യയുഗം എന്ന് പറഞ്ഞാല് സത്യയുഗത്തില് മനുഷ്യരുടെ ആയുസ് എന്ന് പറയുന്നത് 1,00,000 വർഷം വരെയാണ് ആയുസ്. 1,00,000 വർഷം ആലോചിക്കണം. 1,00,000 വർഷമാണ് സത്യയുഗത്തിലുള്ളവരുടെ ആയുസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സത്യയുഗത്തിലുള്ളവർക്ക് പറഞ്ഞിരിക്കുന്ന യജ്ഞം ധ്യാനം ചെയ്യാന്നുള്ള, ധ്യാനം അനുഷ്ഠിക്കുക, ധ്യാനം, തപസ്, ധ്യാനം, ഇതൊക്കെയാണ് സത്യയുഗത്തിൽ പറഞ്ഞിരുന്നത്. ധ്യാനത്തിലൂടെ, തപസ്സിലൂടെയാണ് അവർക്ക് എന്ത് സാധിക്കുന്നത്? ആത്മസാക്ഷാത്കാരം നേടാനായിട്ട് സാധിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ത്രേതായുഗം വന്നപ്പോ 1,00,000-ൽ നിന്ന് ആയുസ് എത്രയായിട്ട് കുറഞ്ഞു? 10,000 ആയിട്ട് കുറഞ്ഞു. 10,000 ആയിട്ട് മാറി ത്രേതായുഗത്തില്. അപ്പൊ ത്രേതായുഗത്തില് പറഞ്ഞിരിക്കുന്നത് എന്താണ്? യജ്ഞം അനുഷ്ഠിക്കാൻ തന്നെയാണ് എന്ത് പറഞ്ഞത്? ത്രേതായുഗത്തില് പറഞ്ഞിരിക്കുന്നത്. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ത്രേതായുഗത്തില് നമ്മള് സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് യജ്ഞങ്ങൾ അനുഷ്ഠിക്കാനാണ് പറഞ്ഞത്. ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗം വന്നപ്പോ ആയുസ് എത്രയായിട്ട് കുറഞ്ഞു? 10,000-ൽ നിന്ന് 1,000 ആയിട്ട് കുറഞ്ഞു. അപ്പൊ 1,00,000 സത്യയുഗത്തില്, ത്രേതായുഗം വന്നപ്പോ 10,000 ആയി. ദ്വാപരയുഗം വന്നപ്പോ അത് 1,000 ആയിട്ട് മാറി. ദ്വാപരയുഗത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യാനാണ്? വിഗ്രഹാരാധനയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിഗ്രഹാരാധനയാണ് ദ്വാപരയുഗത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട യജ്ഞം എന്ന് പറയുന്നത്. വിഗ്രഹാരാധനയിലൂടെ നമുക്ക് എന്ത് സാധിക്കും? ആത്മസാക്ഷാത്കാരം നേടാനായിട്ട് സാധിക്കും. എന്റെ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഇല്ല 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 ഇല്ല. ഓക്കെ. അപ്പോ ഇവിടെ ദ്വാപരയുഗത്തിൽ പറഞ്ഞിരിക്കുന്നത് വിഗ്രഹാരാധനയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദ്വാപരയുഗത്തില് ഭഗവാനെ ആരാധിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടതായിട്ടുള്ള. അപ്പൊ ദ്വാപരയുഗത്തിൽ ആത്മസാക്ഷാത്കാരം നേടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വിഗ്രഹാരാധന നടത്താം. അപ്പൊ ആയുസ് എത്രയായിട്ട് മാറി? 10,000-ൽ നിന്ന് 1,000 ആയിട്ട് കുറഞ്ഞു. ഇനി അത് കഴിഞ്ഞ് കലിയുഗം വന്നു. കലിയുഗത്തിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന യജ്ഞം എന്താണ്? ഹരിനാമ സങ്കീർത്തനം. ഹരിയുടെ നാമം സങ്കീർത്തനം ചെയ്യാന്നുള്ളതാണ് കലിയുഗത്തിൽ പറഞ്ഞിരിക്കുന്ന യജ്ഞം. കലിയുഗത്തിൽ മനുഷ്യരുടെ ആയുസ് എത്രയായിട്ട് കുറഞ്ഞു? 1,000-ൽ നിന്ന് ഇപ്പൊ എത്രയായി മാറി? 100 ആയിട്ട് കുറഞ്ഞു. പറയുമ്പോ 100 വർഷമാണ് നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് കലിയുഗത്തില്. അപ്പൊ കലിയുഗത്തില് പറഞ്ഞിരിക്കുന്ന യജ്ഞം ഏതാണ്? ഭഗവാന്റെ നാമം ജപിക്കുക എന്നുള്ളതാണ് കലിയുഗത്തിൽ പറഞ്ഞിരിക്കുന്ന യജ്ഞം. അപ്പൊ നമുക്കിപ്പോ ധ്യാനം ചെയ്യാനായിട്ട് ഇത്രയും വർഷമൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. ധ്യാനം, തപസ് ചെയ്യാനോ യജ്ഞങ്ങൾ അനുഷ്ഠിക്കാനോ വിഗ്രഹാരാധന ചെയ്യുന്നതിന്റെ ഒന്നും ഫലം നമുക്ക് എന്തുകൊണ്ട് കിട്ടും?
ഭഗവാന്റെ നാമം ജപിക്കുന്നത് കൊണ്ട് നമുക്ക് കലിയുഗത്തിൽ കിട്ടും. അപ്പൊ നമുക്കിവിടെ എന്ത് മാത്രം ചെയ്താൽ മതി? ഭഗവാന്റെ നാമം ജപിക്കാന്ന് മാത്രമാണ് കലിയുഗത്തിൽ നമുക്ക്. ബാക്കിയുള്ള ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ചെയ്യുന്നതിന്റെ ഫലം നമുക്ക് എന്തിൽ കിട്ടും? ഹരിനാമ സങ്കീർത്തനം കൊണ്ട് കിട്ടും. മറ്റത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അത്രയും, കാരണം അതിന് പല കാരണങ്ങളുണ്ട്. കലിയുഗം എന്ന് പറഞ്ഞാല് കലിയുടെ കലഹത്തിന്റെ യുഗമാണ്. ഒന്നിനും എന്തില്ല, സത്യസന്ധത ഇല്ലാത്തൊരു യുഗമാണ് എന്ത്? കലിയുഗം എന്ന് പറയുന്നത്. മടിയന്മാരും അലസന്മാരും കളങ്കവും ഒക്കെ ഉള്ള യുഗമാണ് എന്ത്? കലിയുഗം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നതിനും അതിന് എന്തുണ്ടാവില്ല? അവിടെ പെർഫെക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് നാമം നാമം ചൊല്ലുമ്പോ എന്താണ്? ചൊല്ലി 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 നമുക്ക് പരിശുദ്ധരാകാനായിട്ട് സാധിക്കും ഭഗവാന്റെ നാമം ചൊല്ലുമ്പോ. അപ്പൊ കലിയുഗത്തിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന യജ്ഞം ഹരിനാമ സങ്കീർത്തനം, ഭഗവാന്റെ നാമം ജപിക്കുക എന്നുള്ളതാണ് കലിയുഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ശ്രീമദ് ഭാഗവതം 11-ാം സ്കന്ധം 5-ാം അധ്യായം 32-ാം ശ്ലോകത്തിലും ശ്രീമദ് ഭാഗവതം 12-ാം സ്കന്ധം 3-ാം അധ്യായം 51-ാം ശ്ലോകത്തിലും പറയുന്നുണ്ട്. 10-ാം അധ്യായം ഭഗവത്ഗീതയിൽ 10-ാം അധ്യായം 25-ാം ശ്ലോകത്തിലും പറയുന്നുണ്ട്. കലിയുഗത്തിൽ ഭഗവാൻ എന്താണ്? നാമജപമാണ്. നാമജപത്തിലാണ് ഭഗവാൻ അവതരിക്കുന്നത്. അപ്പൊ നാമരൂപത്തിലാണ് ഭഗവാൻ അവതരിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ നാമവും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പൊ നമ്മൾ കലിയുഗത്തിൽ എന്ത് ചെയ്യണം? ഭഗവാന്റെ നാമം ജപിക്കണം. അതെങ്ങനെയാ ജപിക്കേണ്ടത്? ജപമാലയിലാണ് നമ്മൾ ജപിക്കേണ്ടത്. ജപമാലയാണ് കാണുന്നത്. ആ ജപമാലയിലാണ് നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കേണ്ടത്. ഓരോ മുത്തുമലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഭഗവാന്റെ നാമം മുഴുവനും ചൊല്ലിയതിനു ശേഷമായിരിക്കണം അടുത്ത മുത്തിലേക്ക് നമ്മൾ പോകേണ്ടത്. എന്താണ് നമ്മൾ ചൊല്ലേണ്ടത്? അപ്പൊ ഇത് നമുക്ക് പറഞ്ഞു തന്നത് ആരാണ്? ഭഗവാൻ തന്നെ. കലിയുഗത്തിലുള്ള ഭഗവാന്റെ അവതാരം ഏതാണ് വരാനുള്ളത്? അറിയാമോ? കലിയുഗത്തില് ഭഗവാന്റെ അവതാരം വരാനുള്ള അവതാരം വരാനുണ്ട് അല്ലെ? അത് കലിയുഗത്തിന്റെ അവസാനത്തിലാണ് എന്ത് വരുന്നത്? കൽക്കി അവതാരം വരുന്നത്. നമ്മളെ ഭാരതത്തിൽ പറയുന്നുണ്ട് കൽക്കി അവതാരം കലിയുഗത്തിന്റെ അവസാനത്തിലാണ് വരുന്നത്. ഇപ്പൊ കലിയുഗം തുടങ്ങിയിട്ട് എത്ര നാളായിണ്ട് അറിയാവോ? 5000 വർഷം. 5530 അങ്ങനെ എത്രോ, അതായത് 5500 വർഷം കഴിഞ്ഞു ഇപ്പൊ. അപ്പോ ഈ കലിയുഗത്തിന്റെ തുടക്കമായിട്ടുള്ളപ്പോ, അപ്പൊ നമ്മൾ ഇത്രയും ആയിട്ടേ ഉള്ളൂ. 5500 സംതിങ് ആണെന്നാണ് തോന്നുന്നത് പ്രഭു. അപ്പൊ നമ്മള് കലിയുഗത്തില് ഭഗവാന്റെ ഒരു രഹസ്യ അവതാരം വന്നു. കലിയുഗത്തില് ഭഗവാന്റെ ഒരു രഹസ്യ അവതാരം, അതാണ് ചൈതന്യ മഹാപ്രഭു. ഭഗവാൻ ഒരു ഭക്തന്റെ രൂപത്തില്, അതായത് ഒരു ഭക്തന്റെ മനോഭാവം എങ്ങനെയായിരിക്കണം, അതായത് കലിയുഗത്തിലുള്ളവർക്ക് എന്തില്ല? ഭക്തിയൊന്നും അവർക്കില്ല ശരിക്കും കലിയുഗത്തിലുള്ള ജനങ്ങൾക്ക്. അപ്പോ എങ്ങനെയാണ് ഒരു ഭക്തന്റെ മനോഭാവം എങ്ങനെയായിരിക്കണം, ഭക്തി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഭഗവാൻ സ്വയം ചൈതന്യ മഹാപ്രഭു ആയിട്ട് അവതരിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ സ്വയം ചൈതന്യ മഹാപ്രഭു ആയിട്ട് അവതരിച്ചു. ലക്ഷ്യം എന്താണ്? കലിയുഗത്തില് ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുക. കാരണം ഇത് ചെയ്യാനായിട്ട്, പഠിപ്പിക്കാനായിട്ട് ഒരാള് വേണം. അതിന് ഭഗവാൻ ഒരു ഭക്തന്റെ രൂപത്തിൽ ഭഗവാൻ അവതരിച്ചിട്ട് എങ്ങനെയാണ് ഭക്തി കാണിക്കേണ്ടതെന്ന് ഭഗവാൻ സ്വയം അവതരിച്ച് കാണിച്ചതാണ് ചെയ്തത്. ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുകയാണ്. ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാര ലക്ഷ്യം. ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ കലിയുഗത്തിൽ നമ്മൾ ചൊല്ലുന്ന മന്ത്രം ചൊല്ലാനായിട്ട് നമ്മള് കലിയുഗത്തിൽ അപ്പൊ ഭഗവാന്റെ നാമം ചൊല്ലാന്നുള്ളതാണ് നമുക്ക് ഭഗവാൻ വന്ന് പറഞ്ഞത്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനും ഭഗവാന്റെ സന്തത സഹചാരികള് അവരാണ് നമുക്ക് ഈ മന്ത്രം നമുക്ക് തരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും മന്ത്രം ചൊല്ലുമ്പോ നമുക്ക് ആദ്യം തന്നെ ഏതൊരു മന്ത്രം ചൊല്ലുമ്പോൾ നമുക്ക് എന്ത് വേണം? ഗുരുക്കന്മാരുടെ അനുഗ്രഹം വേണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു പഞ്ചതത്വം എന്ന് പറയും, 5 തത്വങ്ങൾ, പഞ്ചതത്വം, അവരെ പ്രണമിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മന്ത്രം ചൊല്ലുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം ഈ മന്ത്രം ചൊല്ലും. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്ത വൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്ത വൃന്ദ. ഇതിൽ പറയുന്നത് ജയ ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞത് ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാരം തന്നെ. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ചൈതന്യ മഹാപ്രഭു. പിന്നെ നിത്യാനന്ദ പ്രഭു. നിത്യാനന്ദൻ എന്ന് പറഞ്ഞാല് ബലരാമന്റെ അവതാരാണ്. ആര്? നിത്യാനന്ദൻ പ്രഭു. നിത്യാനന്ദൻ എന്ന് വെച്ചാല് ബലരാമന്റെ അവതാരം. അദ്വൈത ആചാര്യൻ എന്ന് പറഞ്ഞത് ഭഗവാൻ വിഷ്ണുവിന്റെയും മഹാദേവന്റെയും ശിവന്റെയും
കൂടിയിട്ടുള്ള അവതാരമാണ് രണ്ടുപേരുടെയും കൂടിയിട്ടുള്ള അവതാരമാണ് അദ്വൈതാചാര്യര്. വിഷ്ണുവും മഹാദേവനും കൂടിയിട്ടുള്ള അവതാരമാണ് ആര്? അദ്വൈതാചാര്യര്. ഗദാധര പണ്ഡിറ്റ് എന്ന് പറഞ്ഞാല് രാധാറാണിയാണ്. പിന്നെ വാസാദി ശ്രീവാസൻ എന്ന് പറഞ്ഞാല് നാരദ മഹർഷി. ഇവരാണ് എന്ത് നമുക്ക് തന്നത്? ഈ പഞ്ചതത്വം എന്ന് പഞ്ചതത്വങ്ങൾ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഇവരെ നമിച്ചുകൊണ്ടാണ് നമ്മൾ എന്നും എന്ത് ചെയ്യുന്നത്? ഭഗവാന്റെ നാമം ജപിക്കുന്നത്. കാരണം നമ്മൾ നാമം ജപിക്കുമ്പോൾ നമ്മളിൽ പല തരത്തിലും തെറ്റുകൾ സംഭവിക്കും. അപ്പൊ നമ്മൾ ഇവരെ നമിച്ചുകൊണ്ട് നാമം ജപിക്കുമ്പോൾ ആ തെറ്റുകൾ ഇല്ലാതാക്കാനായിട്ട് അതിന്റെ ഫലങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരില്ല. തെറ്റിന്റെ ഫലം നമുക്ക് അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും മന്ത്രം ചൊല്ലുമ്പോൾ എന്ത് ചെയ്യും? ഇവരെ പ്രണമിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ പ്രാവശ്യം ചൊല്ലുമ്പോഴും ഓരോ 108 മുത്ത് കഴിയുമ്പോഴും ഇവരെ ചൊല്ലിയിട്ട് വേണം നമ്മൾ അടുത്ത മാലയിലേക്ക് കടക്കാനായിട്ട്. മന്ത്രം എന്താണ്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇതാണ് മന്ത്രം. നമ്മൾ ചൊല്ലേണ്ട മന്ത്രം. കലിയുഗത്തിൽ നമ്മൾ ചൊല്ലേണ്ട മന്ത്രം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമുക്ക് ഈ മന്ത്രം പരിചയം ഉണ്ടാവും. പക്ഷെ നമ്മൾ കേട്ടിരിക്കുന്നത് എപ്പോഴും എങ്ങനെയാണ്? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അത് വേദമന്ത്രാണ്. അപ്പൊ ഹരേ രാമ എന്ന് തുടങ്ങുമ്പോ അത് എന്ത് മന്ത്രാണ്? വേദമന്ത്രാണ്. വേദമന്ത്രം നമ്മൾ ചൊല്ലണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് അത്രേ നമ്മൾ പരിശുദ്ധിയോടുകൂടിയും നമുക്ക് ഈ മന്ത്രം ചൊല്ലാം. പവിത്രതയോട് കൂടിയേ നമുക്ക് ഈ മന്ത്രം ചൊല്ലാൻ പറ്റുള്ളൂ. വേദമന്ത്രം ചൊല്ലുമ്പോ ആ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അതിന്റെ ശരിക്കും ആ തത്വങ്ങളും നിയമങ്ങളും അനുസരിച്ചു കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? വേദമന്ത്രം ചൊല്ലാൻ. അപ്പൊ നമുക്ക് ഇന്ന സമയത്ത് ചൊല്ലണം എന്നുണ്ടാവും, ഇന്ന ദിക്കിലേക്ക് ഇരുന്ന് ചൊല്ലണം എന്നുണ്ടാവും, ഇന്ന പോലെ ചൊല്ലണം. അങ്ങനെ കുറെ അതിന് ചിട്ടകളും നിയമങ്ങളും ഉണ്ടാവും. അത് പാലിക്കാൻ ആർക്ക് സാധിക്കില്ല? ഈ കലിയുഗത്തിലെ ജനങ്ങൾക്ക് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ സ്വയം ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചിട്ട് ഈ കലിയുഗത്തിൽ എല്ലാവർക്കും ചൊല്ലാൻ വേണ്ടിയിട്ട്, ഏത് സമയത്തും എവിടെയും എങ്ങനെയും ഇരുന്ന് ചൊല്ലാൻ വേണ്ടിയിട്ട് ആ വേദമന്ത്രത്തെ അതിൽ നിന്ന് റിലീസ് ചെയ്യും, അതിൽ നിന്ന് മാറ്റാണ് ചെയ്യുന്നത്. അപ്പൊ അതെന്തായി മാറി? ആ ഭഗവാന്റെ ആ മന്ത്രം വേദമന്ത്രത്തിൽ നിന്ന് മാറ്റി അത് അങ്ങോട്ട് തിരിച്ചിട്ടു. അപ്പം അതിലൊന്നും മാറ്റം വരുന്നില്ല. അത് എന്താ അല്ലാണ്ടായിപ്പോ? അത് വേദമന്ത്രം അല്ലാണ്ടായി മാറി. വേദമന്ത്രത്തിനാണ് എന്തുള്ളത്? തത്വങ്ങളും നിയമങ്ങളും ഉള്ളത്. ഇതിനപ്പൊ എന്തില്ല? അങ്ങനെയില്ല. അപ്പൊ നമുക്ക് ഏത് സമയത്തും എവിടെയും എങ്ങനെയും ചൊല്ലാവുന്ന ഒരു മന്ത്രമായിട്ട് മാറി. അതാരാ ചെയ്തത്? ഭഗവാൻ സ്വയം വന്നിട്ട് ചെയ്തതാണ്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്താലും അതെന്താണ്? ധർമ്മമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കലിയുഗത്തിലെ ഭഗവാന്റെ മന്ത്രം ഞാൻ ചൊല്ലുന്നു. അപ്പൊ നമുക്ക് ഏത് സമയത്തും എവിടെയും എങ്ങനെയും ഇരുന്നിട്ട് നമുക്ക് ഈ മന്ത്രം ചൊല്ലാം. ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലാം. അപ്പൊ നമ്മൾ നാമം ജപിക്കുന്നത് എങ്ങനെയാണ്? ഈ മന്ത്രം നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലാൻ തുടങ്ങുന്നതിന്, മഹാമന്ത്രം എന്നാണ് അത് അറിയപ്പെടുന്നത് തന്നെ. ഇത് ചൊല്ലാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ മുന്നത്തെ ആ പഞ്ചതത്വ മന്ത്രം ചൊല്ലും ഒരു പ്രാവശ്യം. അതിനുശേഷം ഓരോ മുത്തുമ്മലും പിടിച്ചിട്ട് നമ്മൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ചൊല്ലാം. അത് കഴിഞ്ഞ് അടുത്ത മുത്തെടുക്കാം, അതുമേലെ പിടിച്ചിട്ട് ചൊല്ലാം. അങ്ങനെ ആ മാല മുഴുവനും ചൊല്ലി വരുമ്പോ 108 മുത്തുണ്ടാവും. ഈ 108 മുത്തുമേലും പിടിച്ച് നമ്മളത് ചൊല്ലും. അപ്പൊ നമ്മൾ എന്തായി? ഒരു റൗണ്ട് പൂർത്തിയായി. അതേപോലെ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ചൊല്ലാം. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഭഗവാന്റെ നാമം. കലിയുഗത്തിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന യജ്ഞം ഭഗവാന്റെ നാമം ചൊല്ലാന്നുള്ളതാണ്. ഭഗവാന്റെ നാമം ചൊല്ലണം എന്നുള്ളതാണ് കലിയുഗത്തില് പറഞ്ഞിരിക്കുന്നത്. യത്യതാചരതി ശ്രേഷ്ഠ സത്തദേവേതരോ ജനഃ യാ സത്പ്രമാണം കുരുതേ ലോകസ്ഥാതനു വർത്തതേ. ഇനി ഭഗവാൻ അർജുനനോട് പറയാണ്, ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്ത് തന്നെ ചെയ്താലും സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കുന്നു. മാതൃകാപരങ്ങളായ പ്രവർത്തികളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകമൊട്ടാകെ ആദരിക്കുന്നു. അപ്പോൾ പറയുന്നത്, ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്ത് തന്നെ ചെയ്താലും സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കും. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തികള്, അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകമൊട്ടാകെ ആദരിക്കുകയും ചെയ്യും. അപ്പൊ അർജുനനോട് പറയാണ്, ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്ത് ചെയ്താലും എല്ലാവരും അദ്ദേഹത്തെ അനുകരിക്കും. അപ്പൊ അർജുനൻ എന്ത് ചെയ്താലും എന്താവും? അത് മറ്റുള്ളവർ അർജുനൻ അനുകരിക്കും. നീ യുദ്ധം ചെയ്യാതിരുന്നാൽ അതെല്ലാവരും അനുകരിക്കും. അപ്പൊ നീ എല്ലാവർക്കും മാതൃകയാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ രീതിയിലായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അപ്പൊ മാതൃകാപരമായ പ്രവർത്തികളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകത്തിൽ എല്ലാവരും ആദരിക്കുകയും ചെയ്യുമെന്ന് അർജുനന് ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുക്കാണ്.
എന്നിട്ട് ഭഗവാൻ എന്താ പറഞ്ഞു കൊടുക്കണം അർജുനന്? നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവാച കർമ്മണി. പാർത്ഥ, 3 ലോകങ്ങളിലും എനിക്ക് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല, എനിക്കില്ലാത്തതായോ എനിക്ക് ആവശ്യമായതായോ യാതൊന്നുമില്ല. എങ്കിലും ഞാൻ വിധിക്കപ്പെട്ട കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് ഇല്ലാത്തതായിട്ടോ ആവശ്യമായിട്ടോ യാതൊന്നുമില്ല, എങ്കിലും ഞാൻ എന്ത് ചെയ്യുന്നു? വിധിക്കപ്പെട്ട കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി അർജുനനോട് ഭഗവാൻ പറയാണ്, എനിക്ക് ഈ 3 ലോകങ്ങളിലും എനിക്ക് ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല. കാരണം എല്ലാതും ആരുടെ സൃഷ്ടിയാണ്? ഭഗവാന്റെ സൃഷ്ടിയാണ്. ഭഗവാൻ ഇല്ലാത്തതായിട്ടോ ഭഗവാന് വേണ്ടതായിട്ടോ യാതൊന്നുമില്ല. പക്ഷെ എന്നാലും ഭഗവാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഭഗവാന് വിധിക്കപ്പെട്ട കർമ്മം ഭഗവാൻ ചെയ്തു. കാരണം ഭഗവാൻ ഒരു ജന്മം എടുത്തു. ഇപ്പൊ ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് ഭഗവാൻ ജന്മം എടുത്താൽ ആ മനുഷ്യൻ ചെയ്യേണ്ടത് എന്തൊക്കെയുണ്ടോ, ഒരു മകന്റെ ഉത്തരവാദിത്വം ഉണ്ടാവും, ഭർത്താവിന്റെ ഉത്തരവാദിത്വം ഉണ്ടാവും, ഒരു പിതാവിന്റെ ഉത്തരവാദിത്വം ഉണ്ടാവും, ഒരു രാജാവായിട്ടാണെങ്കിൽ രാജാവിന്റെ ഉത്തരവാദിത്വം ഉണ്ടാവും. ഇതെല്ലാം ആര് ചെയ്യാണ്? ഇവിടെ ഭഗവാൻ ചെയ്യാണ്. അപ്പോ തനിക്ക് വിധിക്കപ്പെട്ട കർമ്മം ഭഗവാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് ഭഗവാൻ ഇവിടെ അർജുനന് മനസ്സിലാക്കി കൊടുക്കാണ്. ഇനി പറയുന്നത്, പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹാമിതി മന്യതേ. മിഥ്യാഹങ്കാരത്തിന്റെ പ്രഭാവത്താൽ മോഹിതനായ ജീവാത്മാവ് താനാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് വിചിന്തിക്കുന്നു. വാസ്തവത്തിൽ പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് അത് നിർവഹിക്കുന്നത്. അപ്പൊ മിഥ്യാഹങ്കാരത്തിന്റെ പ്രഭാവത്തിൽ മോഹിതനായിട്ടുള്ള ജീവാത്മാവ് എന്താ ചിന്തിക്കുന്നത്? കർമ്മങ്ങൾ ചെയ്യുന്നത് താനാണെന്ന് വിചാരിക്കുന്നു. ശരിക്കും അവിടെ കർമ്മം ചെയ്യുന്നത് ആരാണ്? 3 പ്രകൃതിയുടെ 3 ഗുണങ്ങള്, പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണ് അത് ചെയ്യുന്നത്. അപ്പൊ ജീവാത്മാവ് വിചാരിക്കാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് താനാണെന്നാണ് ജീവാത്മാവിന്റെ ധാരണ. പക്ഷെ ശരിക്കും അവിടെ ചെയ്യുന്നത് ആരാണ്? ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. അത് ഏതൊക്കെയാണ്? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങളാലാണ് എന്ത് നടക്കുന്നത്? ഈ പ്രവർത്തികളെല്ലാം നടക്കുന്നത്. പക്ഷെ ജീവാത്മാവിന്റെ ധാരണ താനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് ജീവാത്മാവ് വിചാരിക്കുന്നത്. മയി സർവാണി കർമാണി സന്യാസ്യാധ്യാത്മ ചേതസ നിരാശീർ നിർമ്മമോ ഭൂത യുധ്യസ്വാഭിഗതജ്വരഃ. അല്ലയോ അർജുന, നിന്റെ കർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് എന്നെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തോടെ ലാഭേച്ഛയോ ഉടമസ്ഥാവകാശ ബോധമോ അലസതയോ ഇല്ലാതെ യുദ്ധം ചെയ്യൂ. അർജുനനോട് പറയാണ്, നീ എന്ത് ചെയ്യണം? നിന്റെ കർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിക്കുക. നീ എല്ലാ കർമ്മവും എനിക്ക് അർപ്പിച്ചുകൊണ്ട് എന്നെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തോടെ, എന്നെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള അറിവോട് കൂടി ലാഭേച്ഛയില്ലാതെ, ലാഭം ആഗ്രഹിക്കാതെ, ഉടമസ്ഥാവകാശ ബോധമില്ലാതെ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഉടമസ്ഥാവകാശ ബോധം, നമ്മുടേതായിട്ട് യാതൊന്നുമില്ല, എല്ലാം ആരുടെയാണ്? ഭഗവാന്റെയാണ്. ആ ബോധത്തോടെ അലസതയില്ലാതെ നീ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യാനായിട്ട് ഭഗവാൻ ഇവിടെ അർജുനനോട് പറയുന്നു. യേമേ മതമിദം നിത്യം അനുതിഷ്ഠന്തി മാനവഃ ശ്രദ്ധാവന്തോ ന സൂയന്തോ മുച്യന്തേ തേപി കർമ്മഭിഃ. എന്റെ ആജ്ഞാനുസാരം സ്വകർമ്മങ്ങൾ നിർവഹിക്കുകയും അസൂയ കൂടാതെ വിശ്വാസപൂർവ്വം ഈ ഉപദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവൻ കർമ്മഫലങ്ങളുടെ കുടുക്കിൽ നിന്ന് മോചനം നേടുന്നു. അപ്പൊ ഭഗവാന്റെ ആജ്ഞാനുസരണം സ്വന്തം കർമ്മങ്ങൾ നിർവഹിക്കുന്നു. പിന്നെ അസൂയ കൂടാതെ വിശ്വാസപൂർവ്വം ഭഗവാന്റെ ഉപദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് എന്ത് സാധിക്കും? കർമ്മഫലങ്ങളുടെ കുടുക്കിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കും. അപ്പൊ ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് സ്വന്തം കർമ്മങ്ങൾ നിർവഹിക്കുന്നു. അസൂയ ഇല്ലാതെ വിശ്വാസത്തോടു കൂടി ഭഗവാന്റെ ഉപദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് എന്തുണ്ടാവില്ല? കർമ്മത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല. ആ കുടുക്കിൽ നിന്ന് രക്ഷ നേടാനായിട്ട് അവർക്ക് സാധിക്കും. നേരെ മറിച്ച് ഇവിടെ എന്താ പറയുന്നത്? യേതേതദപ്യസൂയന്തോ നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാന വിമൂഢാംസ്താൻ വിദ്ധി നഷ്ടാന ചേതസഃ. അസൂയാലുക്കളായി എന്റെ ഉപദേശങ്ങൾ അവഗണിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ ഒട്ടും അറിവില്ലാത്തവരും മൂഢന്മാരുമായി കണക്കാക്കണം. പൂർണ്ണത നേടുന്നതിനുള്ള അവരുടെ യജ്ഞങ്ങൾ വിഫലമാക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ അസൂയാലുക്കളായിട്ട് ഭഗവാന്റെ ഉപദേശങ്ങൾ അവഗണിക്കുന്നു, അതിനനുസരിക്കാതിരിക്കുന്നവരും ചെയ്യുന്നവർ എങ്ങനെയുള്ളവരാണ്? അറിവില്ലാത്തവരാണ്, അല്ലെങ്കിൽ മൂഢന്മാരാണ് അവര്. അപ്പൊ ഭഗവാന്റെ ഉപദേശങ്ങൾ അവഗണിക്കുന്നവര് അല്ലെങ്കിൽ അത് അനുസരിക്കാതിരിക്കുന്നവര് അറിവില്ലാത്തവർ അല്ലെങ്കിൽ മൂഢന്മാരാണ്. അങ്ങനെയുള്ളവർക്ക് എന്താണ്? പൂർണ്ണത നേടുന്നതിനുള്ള അവരുടെ യജ്ഞങ്ങള് വിഫലമാക്കപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ ഭഗവാൻ പറയുന്നത് അതാണ്. അപ്പൊ ഇതിന് മുന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞു,
എന്താണ് വിശ്വാസപൂർവ്വം ഭഗവാന്റെ ഉപദേശങ്ങൾ അനുസരിക്കുന്നവര് കർമ്മത്തിന്റെ ഫലങ്ങളുടെ കുടുക്കിൽ നിന്ന് മോചനം നേടും. ഇവിടെ എന്താ പറഞ്ഞത്? ഭഗവാന്റെ ഉപദേശങ്ങൾ അവഗണിക്കുന്നവര് അറിവില്ലാത്തവരാണ്, മൂഢന്മാരാണ്. അവര് പൂർണ്ണത നേടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രയത്നിച്ചാലും അവർക്ക് അതൊക്കെ എന്തായിട്ട് മാറും? ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്നുള്ളത് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരാണ്. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ അർജുനൻ എന്താ ചോദിക്കുന്നത്? അടുത്തത് അർജുന ഉവാച അഥ കേന പ്രയുക്തോയം പാപം ചരതി പുരുഷഃ അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവാ നിയോജിതഃ. അർജുനൻ ചോദിക്കാണ്, വാർഷ്ണേയ, ഭഗവാനെ വിളിക്കാണ്, വാർഷ്ണേയ, വൃഷ്ണികുലത്തിൽ പിറന്നവനെ, ഏതിനാലാണ് ഒരാൾ തനിക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും ബലാത്കാരേണ എന്ന പോലെ പാപം ചെയ്യാൻ പ്രേരിതനാകുന്നത്? അപ്പൊ അടുത്തത് അർജുനന്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ഒരാള് തനിക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും ബലാത്കാരേണ, നിർബന്ധിതനായിട്ട് പാപം ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഇവിടെ അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത്. അപ്പൊ ഭഗവാൻ എന്താ പറയുന്നത്? ശ്രീ ഭഗവാനുവാച കാമ ഏഷ ക്രോധ ഏഷ രജോ ഗുണ സമുദ്ഭവഃ മഹാശനോ മഹാപാപ വിദ്യേനാമിഹ വൈരിണം. ശ്രീ ഭഗവാൻ പറഞ്ഞു, അല്ലയോ അർജുന, രജോ ഗുണമായുള്ള സമ്പർക്കത്തിൽ നിന്നുണ്ടായതും പിന്നീട് ക്രോധമായി തീരുന്നതുമായ കാമമാണ് ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത്. എല്ലാം നശിപ്പിക്കുന്ന ഈ മഹാപാപമാണ് ഇഹലോകത്തിലെ ശത്രു. നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലെ, കാമം, കാമത്തിൽ നിന്ന് ക്രോധം. അപ്പൊ ഇവിടെ പറയുന്നത് രജോ ഗുണമായുള്ള സമ്പർക്കത്തിൽ നിന്നുണ്ടാകുന്ന. അപ്പൊ 3 ഗുണങ്ങളെ കുറിച്ച് നമ്മൾ ജസ്റ്റ് പറഞ്ഞു, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ രജോ ഗുണത്തിലുള്ളവർക്ക് എന്തായിരിക്കും? ആഗ്രഹങ്ങൾ കൂടുതലായിരിക്കും രജോ ഗുണത്തിലുള്ളവർക്ക്. അപ്പൊ ഈ ആഗ്രഹങ്ങൾ കൂടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മൾ ആഗ്രഹം നടക്കാതെ വരുമ്പോ നമുക്ക് ക്രോധമായിട്ട് വരുന്നതൊക്കെ, ആ കാമം വരുന്നതും ക്രോധം വരുന്നതും, ആ എല്ലാം നശിപ്പിക്കുന്ന ഈ മഹാപാപമാണ് ഈ ലോകത്തിലെ ശത്രു എന്ന് പറയുന്നത്. എന്താണ് അപ്പോ? കാമം. നമ്മുടെ ആഗ്രഹങ്ങളാണ് എന്തിലേക്ക് എത്തിക്കുന്നത്? ഈ നാശത്തിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ ഇഹലോകത്തിലെ ശത്രു എന്ന് പറയുന്നത് എന്താണ്? കാമമാണ് ഇഹലോകത്തിലെ ശത്രു എന്ന് പറയുന്നത്. ഈ കാമം എങ്ങനെയാണ് നമ്മൾ ആവരണം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാണ് ഉദാഹരണത്തിലൂടെ. ധൂമേനാമ്രിയതേ വന്യർ യഥാ ദർശോ മലേന ച യഥോൽബേനാവൃതോ ഗർഭസ്തഥാ തേനേദമാവൃതം. പുക തീയിൻ എന്ന പോലെയും പൊടി കണ്ണാടി എന്ന പോലെയും ഗർഭാശയം ഭ്രൂണത്തെ എന്ന പോലെയും വ്യത്യസ്തമായ അളവുകളിൽ കാമം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ പറയുന്നത് പുക തീയിനെ എന്ന പോലെ, പൊടി കണ്ണാടി എന്ന പോലെയും ഗർഭാശയം ഭ്രൂണത്തെ എന്ന പോലെയും ജീവാത്മാവിന് വ്യത്യസ്തമായ അളവുകളിലുള്ള കാമം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഫസ്റ്റ് പറയുന്നത് എന്താണ്? പുക തീയിനെ എന്ന പോലെ. പുക തീയിനെ എന്ന പോലെ എന്ന് പറയുമ്പോ മനുഷ്യരുടെ ഉള്ളിലിരിക്കുന്ന ആ കാമത്തിന്റെ, ജീവാത്മാക്കളിലുള്ള കാമത്തിന്റെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പുക തീയിനെ എന്ന പോലെ എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്തറിയാം, നല്ല പുകയുണ്ട്, പുകയുണ്ട്. അപ്പൊ തീ കത്തുന്നത് ഇവിടെ കാണാം നമുക്ക്. അപ്പൊ എത്ര പുകയുണ്ടെങ്കിലും നല്ലൊരു കാറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ പുക മുഴുവൻ മാറി തീ പെട്ടെന്ന് ആളിക്കത്തും. അതേപോലെയാണ് എന്ത്? മനുഷ്യരുടെ ഉള്ളിലുള്ള കാമം. അതായത് നമുക്ക് നല്ലൊരു സത്സംഗം കിട്ടിക്കഴിഞ്ഞാല്, അല്ലെങ്കിൽ നല്ലൊരു സാധുസംഘം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് സാധിക്കും? നമ്മുടെ ഉള്ളിലായ കാമത്തെ മാറ്റി നമുക്ക് പെട്ടെന്ന് തന്നെ എന്തിലേക്ക് സാധിക്കാം? അത് മാറ്റാനായിട്ട് സാധിക്കും. നമുക്ക് ആ കാമം മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ അതാണ് എന്ത് പറയുന്നത്? പുക തീയിനെ എന്ന പോലെ എന്ന് പറയുന്നത്. പെട്ടെന്ന്, അധികം നമുക്ക് സമയം വേണ്ട, നമുക്കൊരു സത്സംഗം കിട്ടിയാൽ മതി. അതാണ് മനുഷ്യരുടെ ഉള്ളിലെ കാമത്തെ ആവരണം ചെയ്തിരിക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് സാധിക്കും. പൊടി കണ്ണാടി എന്ന പോലെ എന്ന് പറഞ്ഞാല് പക്ഷിമൃഗാദികളുടെ ഉള്ളിലിരിക്കുന്ന കാമത്തെയാണ് എന്ന് പറയുന്നത്. പക്ഷിമൃഗാദികളുടെ, അതായത് മൃഗാദികൾ എന്ന് പറഞ്ഞാല് കണ്ണാടിയില് പൊടി ഉണ്ടെങ്കിൽ എന്താ പറ്റുന്നത്? ആ കണ്ണാടിയിൽ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് മുഖം നോക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? അത് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കണം. എന്നിട്ട് നമുക്ക് നോക്കിയാലേ കാണാൻ സാധിക്കുള്ളൂ അല്ലെ? അപ്പൊ അവിടെ നമുക്ക് എന്ത് വരുന്നുണ്ട്? ഒരു പരിശ്രമം ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതായത് ഒന്നും കൂടി നമുക്കൊരു എന്ത് വേണ്ടി വരും? ഒരു ജന്മം എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ പക്ഷിമൃഗാദികളുടെ പറയുമ്പോൾ നമുക്കറിയാം ഒരു പരിശ്രമം അവിടെ ആവശ്യമാണ് അവർക്ക്. അതാണ് രണ്ടാമത്തെ പറയുന്നത് പൊടി കണ്ണാടി എന്ന പോലെ. മൂന്നാമത്തത് എന്താണ്? ഗർഭാശയം ഭ്രൂണത്തെ എന്ന പോലെ. ഗർഭാശയം ഭ്രൂണത്തെ എന്ന് പറഞ്ഞ പോലെ എന്ന് പറയുമ്പോ വൃക്ഷലതാദികളുടെ, വൃക്ഷങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവിനെയാണ് ഇത് പറയുന്നത്. അതായത് വൃക്ഷങ്ങളുടെ ഉള്ളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൃക്ഷങ്ങളുടെ ഉള്ളിലെ ജീവാത്മാക്കളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഗർഭാശയം ഭ്രൂണത്തെ എന്ന് പറഞ്ഞാല് ഈ ഗർഭസ്ഥ ശിശുവിന്
ഒരിക്കൽ ഇളകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ആരിയിരിക്കുന്നത്, ഈ ഗർഭസ്ഥ ശിശു ഇരിക്കുന്നത്. അതിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഇളകാൻ പറ്റില്ല, തന്നെ ഇഷ്ടത്തിന് പുറത്തേക്ക് വരാനും സാധിക്കില്ല. ഒരു നിശ്ചിത സമയം ഉണ്ട്, ആ സമയം കഴിഞ്ഞാൽ മാത്രമേ ഗർഭസ്ഥ ശിശുവിന് എന്ത് സാധിക്കുള്ളൂ, പുറത്തേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കുള്ളൂ. അതേപോലെയാണ് എന്ത്, വൃക്ഷങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാക്കൾ. അതിനൊന്ന് ഇളകാനോ അതിന്റെ ആ വികാരം പ്രകടിപ്പിക്കാൻ പോലും എന്തിനു സാധിക്കില്ല, വൃക്ഷങ്ങൾക്ക് സാധിക്കില്ല. അത് എത്ര നാളാണോ അത്ര നാൾ അത് കഴിഞ്ഞാൽ മാത്രമാണ് ആ വൃക്ഷങ്ങളുടെ ഇല്ലാതാക്കുന്നത്. അപ്പോ അതാണ് എന്ത് പറയുന്നത്, വൃക്ഷങ്ങളുടെ ഉള്ളിലെ ജീവാത്മാവിനെയാണ് എന്ത് പറയുന്നത് ഇവിടെ, ഗർഭാശയം ഭ്രൂണത്തെ. അതിന് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് എത്ര സമയമുണ്ട്, ആ കറക്റ്റ് ആ പീരീഡ് കഴിഞ്ഞാലാണ് അത് ഇല്ലാതാക്കുന്നത്. അതേപോലെയാണ് ഗർഭസ്ഥയിലിരിക്കുന്ന ശിശു, ആ 10 മാസം കഴിഞ്ഞാൽ അതിന് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ, അല്ലാതെ അതിന്റെ ഇഷ്ടത്തിന് വരാനായിട്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനെയാണ് 3 തരത്തിൽ എന്ത് ചെയ്യുന്നത്, കാമം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാണ്. ഇന്ദ്രിയാണി മനോബുദ്ധിരസ്യാധിഷ്ഠാനമുച്യതേ ഏതേർവിമോഹയത്യേഷ്യ ജ്ഞാനമാവൃത്യ ദേഹിനം. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇതാണ് എന്ത്, കാമത്തിന്റെ ഇരിപ്പിടങ്ങൾ. അപ്പൊ ഈ കാമത്തിന്റെ ഇരിപ്പിടങ്ങൾ എന്താണ്, ഇന്ദ്രിയങ്ങള്, മനസ്സ്, ബുദ്ധി, ഇതാണ് കാമത്തിന്റെ ഇരിപ്പിടങ്ങൾ. ഇവയിൽ കൂടി കാമം യഥാർത്ഥ ജ്ഞാനത്തെ ആവരണം ചെയ്ത് ജീവസത്തയെ മോഹിപ്പിക്കുന്നു. അപ്പൊ ഇതിൽ കൂടി കാമം എന്ത് ചെയ്യാണ്, യഥാർത്ഥ ജ്ഞാനത്തെ ആവരണം ചെയ്ത് വെക്കാണ്. അപ്പോ ജീവാത്മാവിനെ മോഹിപ്പിക്കും അങ്ങനെ. അപ്പൊ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയാണ് ഈ കാമത്തിന്റെ ഇരിപ്പിടങ്ങൾ. ഈ കാമം എന്ത് ചെയ്യും, യഥാർത്ഥ ജ്ഞാനത്തെ ആവരണം ചെയ്ത് ആ ജീവാത്മാവിനെ മോഹിപ്പിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, തസ്മാത്തോമിന്ദ്രിയാണ്യാദ്യോ നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജഹിഹ്യേന്യം ജ്ഞാന വിജ്ഞാന നാശനം. അതുകൊണ്ട് ഭരതർഷഭ, ആദ്യമായി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഈ പാപമുദ്രയായ കാമത്തെ മുരടിപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ഈ പാപമുദ്രയായിട്ടുള്ള കാമത്തെ മുരടിപ്പിക്കണം. ജ്ഞാനത്തെയും ആത്മസാക്ഷാത്കാരത്തെയും ഇല്ലാതാക്കുന്ന ഈ കാമത്തെ നശിപ്പിക്കുക. അപ്പൊ ജ്ഞാനത്തെ ഇല്ലാതാക്കുന്ന, ആത്മസാക്ഷാത്കാരത്തെ ഇല്ലാതാക്കുന്ന, ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പൊ അതിനെ ഇല്ലാതാക്കുന്ന ഈ കാമത്തെ എന്ത് ചെയ്യണം, നശിപ്പിക്കണം. കാമത്തെ അതിനെന്ത് വേണം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് കാമത്തെ മുരടിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ തന്നെയാണ് ഇവിടെ 2ാമത്തെ അധ്യായത്തിലും നമ്മളോട് തന്നെ പറഞ്ഞല്ലേ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം, സ്ഥിതപ്രജ്ഞനാകണം എന്ന് പറഞ്ഞു. ഇവിടെയും എന്താ ഭഗവാൻ പറയണത്, ആദ്യമായി തന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, അങ്ങനെ കാമത്തെ മുരടിപ്പിക്കാനാണ് ഇവിടെ പറയുന്നത്. ഇന്ദ്രിയാണി പരാണ്യഹൂരീന്ദ്രിയേഭ്യ പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധിർ ബുദ്ധേ പരതസ്തു സഹ. ജഡപദാർത്ഥങ്ങളെക്കാൾ ഉത്കൃഷ്ടങ്ങളാണ് കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്, ബുദ്ധി മനസ്സിനെയും കടന്നു നിൽക്കുന്നു, ആത്മാവ് ബുദ്ധിയേക്കാൾ ഉന്നതനാണ്. അപ്പോ ജഡപദാർത്ഥങ്ങളെക്കാൾ ഉത്കൃഷ്ടമായിട്ടുള്ളതാണ് എന്ത്, കർമ്മേന്ദ്രിയങ്ങൾ. ജഡപദാർത്ഥം വെച്ചാല് ശരീരത്തിനേക്കാൾ ഉത്കൃഷ്ടമായതാണ് കർമ്മേന്ദ്രിയങ്ങള്. ഈ കർമ്മേന്ദ്രിയങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് എന്ത്, മനസ്സ്. ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠം മനസ്സ്, മനസ്സിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ബുദ്ധി, ബുദ്ധിയേക്കാൾ ഉന്നതനാണ് എന്ത്, ആത്മാവ്. അപ്പൊ ശരിക്കും നമ്മൾ എന്താണ്, നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, നമ്മളെ നിയന്ത്രിക്കാൻ. ഒന്നുകൂടി പറയുക. ഹരേഷ് മാതാജി, ജഡപദാർത്ഥങ്ങളെക്കാൾ ഉത്കൃഷ്ടമായിട്ടുള്ളതാണ് എന്ത്, കർമ്മേന്ദ്രിയങ്ങൾ. ജഡപദാർത്ഥം എന്ന് വെച്ചാൽ ശരീരം. ഈ ശരീരത്തിനേക്കാൾ ഉത്കൃഷ്ടമായതാണ് എന്ത്, കർമ്മേന്ദ്രിയങ്ങൾ, നമ്മുടെ കർമ്മം ചെയ്യുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് എന്ത്, മനസ്സ്. മനസ്സിനേക്കാളും ശ്രേഷ്ഠമാണ് ബുദ്ധി, ബുദ്ധിനേക്കാളും ഉന്നതനാണ് ആര്, ആത്മാവ്. അപ്പൊ ആത്മാവാണ് ഏറ്റവും ടോപ്പില്, അതിന്റെ അടിയില് ബുദ്ധി, അതിന്റെ അടിയില് മനസ്സ്, അതിന്റെ അടിയിൽ ഇന്ദ്രിയങ്ങള്, അതിന്റെ അടിയില് ശരീരം. ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. നമ്മുടെ ഈ ശരീരം എന്ന് പറഞ്ഞാല് ആ രഥമാണ് എന്ത്, നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ആ രഥമാണെങ്കിൽ ആ രഥത്തില് കാണുന്ന 5 കുതിരകളാണ് എന്ത്, നമ്മുടെ 5 ഇന്ദ്രിയങ്ങള്. ആ കടിഞ്ഞാണാണ് എന്ത്, നമ്മുടെ മനസ്സ്. തേരാളിയാണ് ബുദ്ധി. ആ തേരാളി ആരാണ്, ബുദ്ധിയാണ്. ആ തേരിൽ ഇരിക്കുന്നത് ആരാണ്, ആത്മാവാണ്. ഇവിടെ ആത്മാവ് പറയുന്നത് അനുസരിച്ചിട്ടല്ല എന്ത് പോകുന്നത്, ഈ കുതിര പോകുന്നത്. എങ്ങനെയാണ് പോകുന്നത്, ആ ഇന്ദ്രിയങ്ങള് അതിന്റെ ഇഷ്ടത്തിനാണ് അത് പോകുന്നത്, അല്ലേ. അപ്പോ ശരിക്കും എങ്ങനെയാ വേണ്ടത്, ആ രഥത്തിലിരിക്കുന്ന ആ വ്യക്തി പറയുന്നത് അനുസരിച്ച് വേണ്ട രഥം പോകാനായിട്ട്. പക്ഷെ ആ രഥം അങ്ങനെയല്ല പോകുന്നത്. അപ്പൊ ശരിക്കും നമുക്ക് എങ്ങനെ വേണം,
ആത്മാവ് പറയുന്നത് അനുസരിച്ച് വേണം രഥം പോകേണ്ടത്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇന്ദ്രിയങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ത് ചെയ്യണം എന്നുള്ളത്. അത് ആരെ കൊണ്ട് നടപ്പിലാക്കുന്നു? ആത്മാവിനെ കൊണ്ട് നടപ്പിലാക്കാണ് ചെയ്യുന്നത്. ശരിക്കും നമുക്ക് ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഇന്ദ്രിയങ്ങള് തീരുമാനിക്കുന്നതനുസരിച്ചാണ് ഇവിടെ ആര് പ്രവർത്തിക്കുന്നത്? ആത്മാവ് പ്രവർത്തിക്കുന്നത്. ശരിക്കും ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആത്മാവ് പറയുന്നത് അനുസരിച്ചാണ്. അതായത് ആ രഥത്തിലിരിക്കുന്ന വ്യക്തി പറയുന്നത് അനുസരിച്ചായിരിക്കണം എന്ത് പോകേണ്ടത്? രഥം പോകേണ്ടത്, അല്ലെ? കാരണം ആ രഥത്തിലിരിക്കുന്ന വ്യക്തിക്കല്ലേ പോകേണ്ട സ്ഥലം അറിയുന്നത്, അവിടേക്കാണ് പോകേണ്ടത്. പക്ഷെ ഇവിടെ നടക്കുന്നത് എങ്ങനെയാണ്? നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതാണ് ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധോഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ ഭക്തവൃന്ദിക്ക് ജയ്. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഗുരുദേവിക്ക് ജയ്. നിത്തായ് ഗുരു ബ്രഹ്മാനന്ദേ ഹരി ഹരി ബോൽ. ഹരേ കൃഷ്ണ. ഒരു കാര്യം കൂടി പറയാം നമുക്ക് അതൊന്നും കൂടി മനസ്സിലാക്കാനായിട്ട്. നമ്മൾ പറഞ്ഞു ശരിക്കും ആ രഥത്തിലിരിക്കുന്ന ആത്മാവ്, അല്ലെ? ആത്മാവ് പറയുന്ന അനുസരിച്ചായിരിക്കണം ആര് പോകേണ്ടത്? നമ്മളൊരു വണ്ടിയിൽ പോകുമ്പോ നമ്മുടെ ഡ്രൈവർ ഇഷ്ടത്തിനല്ല വണ്ടി പോകാം, നമ്മൾ പറയുന്ന അനുസരിച്ചല്ലേ ഡ്രൈവർ വണ്ടി കൊണ്ടുപോകേണ്ടത്. അപ്പൊ ഇവിടെ പോകേണ്ടത് ആര് പറയുന്ന അനുസരിച്ചാണ്? ആത്മാവ് പറയുന്ന അനുസരിച്ചാണ്, അല്ലെ? പക്ഷെ പോകുന്നത് ഡ്രൈവറുടെ ഇഷ്ടത്തിന്, ഇന്ദ്രിയങ്ങള്, അതായത് കുതിരകളുടെ ഇഷ്ടത്തിനാണ് പോകുന്നത്. അപ്പൊ നമുക്കത് മനസ്സിലാക്കാനായിട്ട് നമ്മളിപ്പോ ഒരു പൂവ് കണ്ടു, നമ്മളൊരു പൂ കണ്ടു. അപ്പൊ ആ പൂ കാണുന്നത് ആരാണ്? നമ്മുടെ ഇന്ദ്രിയം. കണ്ണെന്ന ഇന്ദ്രിയാണ് എന്ത് കാണുന്നത്? ആ പൂ കാണുന്നത്, അല്ലെ? അപ്പൊ ആ പൂ കണ്ടപ്പോ അത് നല്ലതാണ് അല്ലെങ്കിൽ ചീത്തയാണെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? നമ്മുടെ മനസ്സാണ് അത് തീരുമാനിക്കുന്നത്. അത് നല്ലതാണോ ചീത്തയാണോ, അത് നമുക്ക് വേണോ, നമുക്കത് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് ആരാണ്? നമ്മുടെ മനസ്സ്. അപ്പൊ നമുക്കത് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നടപ്പാക്കാൻ ആര് ശ്രമിക്കും? ബുദ്ധി ശ്രമിക്കും. നടപ്പാക്കാനായിട്ട് ബുദ്ധി ശ്രമിക്കും. പിന്നെ അത് പ്രാക്ടിക്കൽ ആക്കണം, അല്ലെ? പ്രാക്ടിക്കൽ ആക്കുന്നത് ആരെ കൊണ്ടാണത്? ബുദ്ധി. ആത്മാവിനെ കൊണ്ട് ചെയ്യിക്കും. അപ്പൊ ആത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ ആത്മാവിന് പ്രവർത്തിക്കാൻ ഒരു ശരീരം വേണം, അല്ലെ? അപ്പൊ നമ്മളെ കൊണ്ട് അത് എന്ത് ചെയ്യും? ചെയ്യിക്കുന്നു. അപ്പൊ ഇത് ശരിക്കും എവിടെന്നാ തുടങ്ങിയത്? നമ്മുടെ ഇന്ദ്രിയം. നമ്മളെ കണ്ണുകൊണ്ട് കണ്ടു, നമ്മൾ അത് ആരെ കൊണ്ട് ചെയ്യിപ്പിച്ചു? ആത്മാവിനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു. ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആത്മാവാണ് തീരുമാനിക്കേണ്ടത് നമുക്കത് വേണ്ടതാണോ വേണ്ടാത്തതാണോ, അല്ലെ? ഇന്ദ്രിയങ്ങളല്ല. നമുക്കിപ്പോ ഒരു ഐസ്ക്രീം കഴിക്കണം തോന്നി, നമ്മളെ ഇന്ദ്രിയത്തിലായി ആഗ്രഹം വന്നു, പിന്നെ ഇവിടെ നമ്മളെ ബുദ്ധി മനസ്സൊക്കെ പ്രവർത്തിച്ച് അതിനനുസരിച്ച് ചെയ്തു. അങ്ങനെയാണ് വരുന്നത്. പക്ഷെ തിരിച്ചാണ് നമ്മളത് ചെയ്യേണ്ടത്. അതിന് വേണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മളെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും. ബുദ്ധിയെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം?